സെമിസ്റ്റർ സബ്ജക്റ്റിന്റെ 6ാമത് സ്പെഷ്യൽ പ്രസന്റേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നിക്കൽ ടീച്ചേഴ്സ് ട്രെയിനിങ് ആൻഡ് റിസർച്ച് കേരളത്തിലെ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ വിദ്യാർത്ഥികൾക്കായി നടപ്പിലാക്കിയിട്ടുള്ള വെബിനാർ സീരീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് 3ാമത് സെമസ്റ്ററിലെ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ത്രൂ C++ എന്ന വിഷയത്തിന്റെ പാർട്ട് 6 6ാമത് ദിവസമാണ്. സെഷനിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രധാനമായും ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ബേസിക് കൺസെപ്റ്റുകളായ ക്ലാസ് ഡെഫിനിഷൻസ്, ഒബ്ജക്ട്സ് ക്രിയേഷൻ, എൻകാപ്സുലേഷൻ, പോളിമോർഫിസം, ഇൻഹെറിറ്റൻസ്, അബ്സ്ട്രാക്ഷൻ, ഡൈനാമിക് ബൈൻഡിംഗ്, മെസ്സേജ് പാസിംഗ് തുടങ്ങിയ പ്രാഥമിക സങ്കല്പങ്ങളെ പറ്റിയിട്ടാണ്. ഇന്ന് നമുക്ക് ഈ വിഷയം പ്രസന്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ കാഞ്ചന ജെ, ലെക്ചറർ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഗവൺമെന്റ് വിമൻസ് പോളിടെക്നിക് കോളേജ് കായംകുളം. കാഞ്ചന മാഡത്തെ ഇന്നത്തെ പ്രസന്റേഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്ലീസ്. താങ്ക് യു. നമ്മൾ ഇന്ന് നോക്കുന്നത് നമ്മൾ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിന്റെ കോൺസെപ്റ്റ്സ് എന്തൊക്കെയാണ്. അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിന്റെ കോൺസെപ്റ്റ്സ് എന്തൊക്കെയാണ്, അതിന്റെ ബേസിക് പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, നമ്മൾ അതാണ് ഇന്നത്തെ ദിവസത്തെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ ടോപ്പിക്സിലേക്ക് നമുക്കൊന്ന് പോകാം. Okay, the basic concepts of object oriented programming. നമ്മൾ C++ നമ്മൾ എന്താണെന്ന് പറഞ്ഞത്, നമ്മൾ ഇതിന്റെ എക്സാമ്പിൾ ഫോർ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്. അപ്പൊ അതിനകത്ത് നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് അതിന്റെ പ്രത്യേകത, ഒരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ആണ് എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്, ആ ബേസിക് കോൺസെപ്റ്റ്സ് ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ അതിനകത്ത് മെയിൻ ആയിട്ട് വരുന്നത് ഒബ്ജക്ട്സ് ആണ്. ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ക്ലാസ് എന്ന് പറയുന്നത് അതാണ് അതിന്റെ ബേസ് എന്ന് പറയുന്നത്. ഈ ബേസ് എന്താണെന്നാണ് നമ്മൾ ഇനി അങ്ങോട്ടുള്ള ഡെഫിനിഷൻസ് നോക്കുന്നത്. അപ്പൊ ആദ്യം ഇതിനകത്ത് വരുന്ന ബേസിക് കോൺസെപ്റ്റ്സിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നത്: ക്ലാസ്, ഒബ്ജക്ട്സ്, എൻകാപ്സുലേഷൻ, പോളിമോർഫിസം, ഇൻഹെറിറ്റൻസ്, അബ്സ്ട്രാക്ഷൻ, ഡൈനാമിക് ബൈൻഡിംഗ് ആൻഡ് മെസ്സേജ് പാസിംഗ്. ഓക്കെ, അപ്പൊ ഈ 8 കാര്യങ്ങളാണ്, അതിന്റെ കോൺസെപ്റ്റ്സ് ആണ് നമ്മൾ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിന്റെ ബേസിക് കോൺസെപ്റ്റ്സ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, ക്ലാസ് ഉണ്ട്, ഒബ്ജക്ട്സ് ഉണ്ട്, എൻകാപ്സുലേഷൻ ഉണ്ട്, പോളിമോർഫിസം, ഇൻഹെറിറ്റൻസ്, അബ്സ്ട്രാക്ഷൻ, ഡൈനാമിക് ബൈൻഡിംഗ് ആൻഡ് മെസ്സേജ് പാസിംഗ്. നമുക്ക് ഓരോന്ന് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ക്ലാസ് ആണ്. ക്ലാസ് എന്താന്ന് പറഞ്ഞാൽ ഇത് ഡേറ്റ ടൈപ്പ്. നമ്മൾ സ്ട്രക്ചർ, അറേ ഒക്കെ പഠിച്ചില്ലേ, അതുപോലെ ക്ലാസും ഒരു ഡേറ്റ ടൈപ്പ് ആണ്. ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിൽ വരുന്നത് സിയും CPP തമ്മിൽ മെയിൻ ആയിട്ട് ഡിഫറൻസ് വരുന്നത് ഈ ഒരു ഡേറ്റ ടൈപ്പ്. ക്ലാസ് എന്നൊരു ഡേറ്റ ടൈപ്പ് എവിടെ ഇല്ല. ഓക്കെ, അത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിന്റെ പ്രത്യേകതയാണ്. അതായത് C++, ജാവ പോലത്തെ ലാംഗ്വേജിൽ മാത്രമേ നമ്മൾ എന്ത് കാണുന്നുള്ളൂ, ക്ലാസ് എന്ന ഡേറ്റ ടൈപ്പ് കാണുന്നുള്ളൂ. അതിൻ്റെതായ ഡേറ്റ മെമ്പേഴ്സ് ഉണ്ടാവും. ഡേറ്റ മെമ്പേഴ്സ്, ആ മെമ്പേഴ്സിനെ പ്രോസസ്സ് ചെയ്യാനുള്ള മെമ്പർ ഫങ്ഷൻസും ക്ലാസിന്റെ പാർട്ടായിട്ട് ഉണ്ടാകും. ഈ ക്ലാസ്സിനെ നമ്മൾ പറയുന്ന ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിന്റെ ഏറ്റവും ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് ക്ലാസ് ആണ്. അപ്പൊ നമുക്കൊരു പറയുന്നില്ലേ, സ്ട്രക്ചർ എന്താണ്? യൂസർ ഡിപെൻഡ് ഡേറ്റ ടൈപ്പ് ആണ്. സ്ട്രക്ചറിനകത്ത് എന്തുമാത്രം ഉണ്ടാവും? ഡേറ്റ മെമ്പേഴ്സ് ഉണ്ടാവും. ആ മെമ്പേഴ്സിനെ പ്രോസസ് ചെയ്യാനുള്ളത്, അത് റീഡ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെ ഡിസ്പ്ലേ ചെയ്യിക്കുകയോ അതൊന്നും നമ്മൾ സ്ട്രക്ചറിനകത്ത് എഴുതുന്നില്ല. സ്ട്രക്ചറിനകത്ത് നമ്മൾ മാത്രമേ ഡിഫൈൻ ചെയ്യുന്നുള്ളൂ. സ്ട്രക്ചർ ടാഗിനെ ബ്രേസസ് ഓപ്പൺ ചെയ്യുന്നു, ഡേറ്റ മെമ്പേഴ്സ് പറയും അല്ലെ. ദർ ആർ നോ മെമ്പർ ഫങ്ഷൻസ് ഇൻ സ്ട്രക്ചർ. അപ്പൊ സ്ട്രക്ചേഴ്സിനകത്ത് നമ്മൾ മെമ്പർ ഫങ്ഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് ഡേറ്റ മെമ്പേഴ്സ്, വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുന്നു. പുറത്ത് നമ്മൾ സ്ട്രക്ചറിന്റെ വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ട് ആ വേരിയബിൾ വെച്ച് ഡേറ്റ മെമ്പറിനെ ആക്സസ് ചെയ്യുന്നു, എന്നിട്ട് പ്രോസസ് ചെയ്യുന്നു. ഓക്കെ, പക്ഷേ ക്ലാസ് എന്ന് പറയുന്നത് അതും സ്ട്രക്ചർ പോലെ തന്നെ ഒരു യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ് ആണ്. പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഇവിടെ ഡേറ്റ മെമ്പേഴ്സ് മാത്രമല്ല, വേരിയബിൾ ഡിക്ലറേഷൻ മാത്രമല്ല, ആ വേരിയബിളിന് എന്തെല്ലാം ചെയ്യണം, റീഡ് ചെയ്യണോ, റൈറ്റ് ചെയ്യണോ, അരിത്തമെറ്റിക് കാൽക്കുലേഷൻസ് പെർഫോം ചെയ്യണോ, എന്ത് സ്റ്റേറ്റ്മെന്റ്സും എന്ത് കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും യൂസിങ് മെമ്പർ ഫംഗ്ഷൻ. അപ്പം ഡേറ്റ മെമ്പേഴ്സും ഉണ്ടാവും, ആ മെമ്പേഴ്സിനെ എന്ത് ചെയ്യണം എന്നുള്ളത് ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് അതിനകത്ത് എഴുതാൻ പറ്റും. അങ്ങനെ എഴുതുന്ന ഫംഗ്ഷന്റെ ക്ലാസിന്റെ മെമ്പർ ഫംഗ്ഷൻസ് എന്നാണ് പറയുന്നത്. എല്ലാം ഡേറ്റ മെമ്പേഴ്സ് ആയാലും അതിന്റെ മെമ്പർ ഫംഗ്ഷൻസ് എവിടെ തന്നെ നമ്മൾ എഴുതും? ക്ലാസ്സിനകത്ത് തന്നെ ആയിരിക്കും നമ്മൾ. സ്ട്രക്ചറുമായിട്ട് ഡിഫറൻസ് എന്ന് വെച്ചാൽ സ്ട്രക്ചറിനകത്ത് ഡേറ്റ മെമ്പേഴ്സ് മാത്രമേ വരൂ, അവിടെ മെമ്പർ ഫംഗ്ഷൻ ഇല്ല. ക്ലാസ് ആണെങ്കിൽ ഡേറ്റ മെമ്പേഴ്സ് ഉണ്ടാവും, അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ, അതിനെ പ്രോസസ്സ് ചെയ്യാനുള്ള മെമ്പർ ഫംഗ്ഷൻസ് ക്ലാസ്സിനകത്ത് തന്നെ ആയിരിക്കും നമ്മൾ എഴുതുന്നത്. ഓക്കെ, ഇനി നമുക്ക് ക്ലാസിന്റെ മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യണമെങ്കിൽ സ്ട്രക്ചറിന്റെ മെമ്പേഴ്സിനെ നമ്മൾ എങ്ങനെ ആക്സസ് ചെയ്യുന്നത്? ടാഗിനെയും പറഞ്ഞ് നമ്മൾ സ്ട്രക്ചറിന്റെ ഒരു വേരിയബിൾ ക്ലിയർ ചെയ്യും. അതുപോലെ ക്ലാസ്സിന് ഒരു ക്ലാസ് നെയിം കൊടുക്കും. ടാഗ് നെയിം പോലെ ഇവിടെ എന്ത് കൊടുക്കും? ക്ലാസ് നെയിം കൊടുക്കും. ഈ ക്ലാസ് നെയിം വെച്ച് നമുക്കൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ വേരിയബിൾ എന്നല്ല പറയുന്നത്, ഇവിടെ നമ്മൾ ഒബ്ജക്റ്റ്
ഓക്കെ, സ്ട്രക്ചറിന്റെ കേസിൽ നമ്മൾ എന്ത് പറയും? വേരിയബിൾ എന്ന് പറഞ്ഞാൽ ക്ലാസിന്റെ കേസിൽ നമ്മൾ പറയുന്നത് ഒബ്ജക്റ്റ് എന്നാണ്. ക്ലാസ് നെയിം സ്പേസ് ഒബ്ജക്റ്റിന്റെ പേര്, അത് വേരിയബിളിന്റെ അതേ റൂൾ തന്നെ. നമ്മൾ പേര് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതൊരു ഒബ്ജക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്തത്. ഈ ഒബ്ജക്റ്റ് വെച്ച് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ക്ലാസിന്റെ മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യാൻ പറ്റൂ. അത് ഡേറ്റ ആയിക്കോട്ടെ, ഫംഗ്ഷൻ ആയിക്കോട്ടെ. ഇതിൽ എന്ത് ആക്സസ് ചെയ്യണമെങ്കിലും വി നീഡ് ആൻ ഒബ്ജക്റ്റ് ഓഫ് ദാറ്റ് ക്ലാസ്. ഓക്കെ, അപ്പൊ ഒബ്ജക്റ്റ് നമ്മൾ എങ്ങനെ പറയാൻ പറ്റും? അത് ക്ലാസ് നെയിം സ്പേസ് ഒബ്ജക്റ്റിന്റെ പേര്. ഓക്കെ, അപ്പൊ അതിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? സം ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടീസ് ഓഫ് ക്ലാസ് ആർ. അതൊരു യൂസർ ഡിഫൈൻഡ് ഡേറ്റ ലൈക്ക് സ്ട്രക്ചർ ഇറ്റ്സ് ഓൾസോ ആൻ യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ് ആണ്. ക്ലാസ് കണ്ടെയ്ൻസ് മെമ്പേഴ്സ് ലൈക്ക് ഡേറ്റ മെമ്പേഴ്സ് ആൻഡ് മെമ്പർ ഫംഗ്ഷൻസ്. Unlike structure, which contains only data members, here a class contains data members and member function. Member function നേരത്തെ പറഞ്ഞല്ലോ, ഈ ഡാറ്റ മെമ്പേഴ്സിനെ പ്രോസസ് ചെയ്യാനുള്ള ഫംഗ്ഷൻസ് നമുക്ക് അവിടെ എഴുതാം. അതാണ് ക്ലാസിന്റെ പ്രത്യേകത. ഡാറ്റ മെമ്പേഴ്സ് എന്താണ്? ദേ ആർ വേരിയബിൾസ് ഓഫ് ദ ക്ലാസ്. നമ്മൾ ഇന്ത്യ ഫ്ലോട്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നില്ലേ ഡാറ്റ മെമ്പേഴ്സ്, അത് വേരിയബിൾസ് ആണ്. ആ വേരിയബിൾസ് ക്ലാസിന്റെ വേരിയബിൾസ് ആണ് ഡാറ്റ മെമ്പേഴ്സ് ആയിട്ട് നമ്മൾ പറയുന്നത്. മെമ്പർ ഫംഗ്ഷൻസ് എന്താണ്? ദേ ആർ മെത്തേഡ് അല്ലെങ്കിൽ ഫംഗ്ഷൻസ് ദാറ്റ് ആർ യൂസ്ഡ് ടു മാനിപ്പുലേറ്റ് ഡാറ്റ. നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ആ വേരിയബിൾസിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ എന്താ? പ്രോസസ്സ് ചെയ്യുക, റീഡ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും കാൽക്കുലേഷൻ അത് യൂസ് ചെയ്യുക, കണ്ടീഷൻ ചെക്ക്, അങ്ങനത്തെ കാര്യങ്ങൾ എന്ത് വേണമെന്നാലും ചെയ്യാനായിട്ട് നമ്മൾ മെത്തേഡ്സ് യൂസ് ചെയ്യാൻ പറ്റും. ഡാറ്റ മെമ്പേഴ്സ് ഡിഫൈൻ ദ പ്രോപ്പർട്ടീസ് ഓഫ് ദ ക്ലാസ്. ക്ലാസ്സിന് എന്താണ് പ്രോപ്പർട്ടീസ് അത് ആ ഡാറ്റ മെമ്പേഴ്സ് ഡിഫൈൻ ചെയ്തെങ്കിൽ ആ ക്ലാസ് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ബിഹേവിയർ ഡിഫൈൻ ചെയ്യുന്നത് അവിടുത്തെ മെമ്പർ ഫംഗ്ഷൻസ് ആയിരിക്കും. ഇതാണ് നമ്മൾ ക്ലാസിനെ കുറിച്ച് പറയാനുള്ള പ്രോപ്പർട്ടീസ്. ഇനി ഒരു ക്ലാസ്സിന് ഒരു ഒബ്ജക്റ്റ് അല്ല, എത്ര വേണമെങ്കിലും ഒബ്ജക്ട്സ് ആവാം. നമ്മൾ സ്ട്രക്ചറിന്റെ കേസ് ടാഗിനെ പറഞ്ഞ ഒരു വേരിയബിൾ അല്ലല്ലോ. സ്ട്രക്ചർ സ്റ്റുഡന്റ് S1, S2, S3 പറയുന്നില്ലേ, അതുപോലെ എത്ര വേണമെങ്കിലും ഒബ്ജക്ട്സ്. ഇവിടെ ക്ലാസിന്റെ കേസിൽ വേരിയബിൾ എന്നല്ല പറയുന്നത്, ക്ലാസ് വേരിയബിൾ എന്നല്ല പറയുന്നത്, ഒബ്ജക്റ്റ് എന്നാണ് പറയുന്നത്. അപ്പൊ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താവാം? എത്ര വേണമെങ്കിലും ഒബ്ജക്ട്സ് ഒരു ക്ലാസ്സിൽ ഉണ്ടാവാം. എ ക്ലാസ് ക്യാൻ ഹാവ് മൾട്ടിപ്പിൾ ഒബ്ജക്ട്സ് which have properties and behavior that is common for all of them. എന്ന് പറഞ്ഞാൽ ഈ ഒബ്ജക്ട്സിനൊക്കെ എന്ത് തന്നെയായിരിക്കും? ഈ ക്ലാസ്സിൽ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത് ഡാറ്റ മെമ്പേഴ്സ്, എന്തൊക്കെയായിരുന്നു മെമ്പർ ഫംഗ്ഷൻ, അതെല്ലാം ഈ പറഞ്ഞ ഒബ്ജക്ട്സിനെല്ലാം കോമൺ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വി ക്യാൻ സീ ദ സിന്റാക്സ് ഓഫ് ഡിഫൈനിങ് എ ക്ലാസ്. നമുക്ക് എങ്ങനെ ഒരു ക്ലാസ്സിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? ക്ലാസ് എന്ന കീവേഡ് നമ്മൾ യൂസ് ചെയ്യണം. സ്പേസ് ക്ലാസ്സിനൊരു പേര് കൊടുക്കണം. നമ്മൾ സ്ട്രക്ചർ ടാഗിനെയും കൊടുക്കുന്നില്ലേ, സ്ട്രക്ചർ എന്ന കീവേഡിന് വരെ ഇവിടെ എന്ത് കൊടുക്കും? നമ്മൾ ക്ലാസ് എന്ന കീവേഡ് കൊടുക്കണം. സ്മോൾ ലെറ്റേഴ്സ് ആണ്. അടുത്ത എന്താണ്? ക്ലാസ്സിനൊരു പേര്. നെക്സ്റ്റ് ബ്രേസസ് ഓപ്പൺ ചെയ്യുക. ഇത് നമ്മൾ മെയിൻ തുടങ്ങുന്നതിന് മുമ്പായിട്ടാണ് നമ്മൾ ക്ലാസ് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, മെയിൻ അകത്തല്ല, മെയിൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട്, അത് ഹാഷ് ഇൻക്ലൂഡ് ഇതെല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ എന്ത് കൊടുക്കുക? നമുക്ക് ക്ലാസ് നെയിം ബ്രേസസ് ഓപ്പൺ ചെയ്യുക. ഇതിനകത്ത് എന്തൊക്കെയാണ് ഡാറ്റ മെമ്പേഴ്സ്, ആ മെമ്പേഴ്സ് എല്ലാം പറഞ്ഞ ശേഷമായിരിക്കണം നമ്മൾ എന്ത് പറയേണ്ടത്? ഈ മെമ്പേഴ്സിനെ പ്രോസസ് ചെയ്യാനുള്ള ഫംഗ്ഷൻ. നമ്മൾ സാധാരണ യൂസർ ഡിഫൈൻ ഫംഗ്ഷൻസ് എഴുതുന്നില്ലേ, അത് തന്നെയാണ് ഇവിടുത്തെ ഫംഗ്ഷൻ. ഫംഗ്ഷൻസ് എഴുതുമ്പോൾ എന്താ അതിന്റെ പ്രത്യേകത? എന്താണ്? ഡാറ്റ ടൈപ്പ് പറയും, റിട്ടേൺ ടൈപ്പ് പറയും, ഫംഗ്ഷന്റെ പേര് പറയും, ആർഗ്യുമെന്റ്സ് ഉണ്ടെങ്കിൽ ബ്രാക്കറ്റിൽ കൊടുക്കും, എന്നിട്ട് ബ്രേസസ് ഓപ്പൺ ചെയ്ത് ആ ഫംഗ്ഷൻ എന്താണ് ചെയ്യേണ്ടതെന്ന് കൊടുക്കാം, ബ്രേസസ് ക്ലോസ്. അങ്ങനെ എത്ര വേണമെങ്കിലും ഫംഗ്ഷൻസ് എഴുതാം. അതിനുശേഷം എന്ത് ചെയ്യണം? ക്ലാസ് ക്ലോസ് ചെയ്യണം. സ്ട്രക്ചർ ക്ലോസ് ചെയ്യുന്നില്ലേ, അതുപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യണം? ക്ലാസ് ക്ലോസ് ചെയ്യണം, സെമികോളൻ കൊടുക്കണം. ഓക്കെ, ഇവിടെ നമ്മൾ വേരിയബിൾ ഒന്നും പറയുന്നില്ല. ഇവിടെ നമ്മൾ ക്ലാസ് നെയിം ബ്രേസസ് ഓപ്പൺ ചെയ്യുന്ന എന്തൊക്കെയാണ് ഇവിടുത്തെ ഡാറ്റ മെമ്പേഴ്സ്, അത് വേരിയബിൾ ഡിക്ലറേഷൻ. അത് കഴിഞ്ഞ് ഈ വേരിയബിൾസിനെ പ്രോസസ് ചെയ്യാനുള്ള ഫംഗ്ഷൻസ്, നമ്മുടെ സാധാരണ യൂസർ ഡിഫൈൻ ഫംഗ്ഷൻസ്, അത് നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും. അതിന്റെ ഡെഫിനിഷൻ ഇവിടെ തന്നെ എഴുതി പോവുക, ബ്രേസസ് ക്ലോസ് ചെയ്യുക, സെമികോളൻ. എക്സാമ്പിൾ, ഇപ്പൊ ഐറ്റം ഒരു ക്ലാസ്സിന് പേര് കൊടുത്താൽ ഡാറ്റ ആയിട്ട് ഞാൻ പറയുന്നത് എന്തൊക്കെയാണ്? ഇത് ഞാൻ ഇങ്ങനെ കീവേഡ് ഒന്നും വേണ്ട, ഇത് ഞാൻ ജസ്റ്റ് ഇത് ഡാറ്റ എന്ന് കാണിക്കാൻ ആണ് ഇവിടെ ഒരു കീവേഡ് ഞാൻ എഴുതിയത് ഡാറ്റ. ഡാറ്റ എന്തൊക്കെയുണ്ട്? ഐറ്റം നമ്പർ ഉണ്ടാവും, ഐറ്റത്തിന്റെ കോസ്റ്റ്, അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ഡാറ്റ നമ്പർ. ഇനി ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്? ഇങ്ങനത്തെ ഹെഡിങ്സ് ഒന്നും നമ്മൾ എഴുതുമ്പോൾ വേണ്ട കേട്ടോ. അപ്പൊ നമ്മൾ ജസ്റ്റ് ഇത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഇത് ഫംഗ്ഷന്റെ പാർട്ടാണ്, ഇത് ഡാറ്റ പാർട്ട് എന്ന് കാണിക്കുന്നേ ഉള്ളൂ. ഗെറ്റ് ഡാറ്റ, പുട്ട് ഡാറ്റ, ഇത് ഞാൻ കൊടുത്ത ഒരു പേരാണ്, മനസ്സിലായില്ലേ? ഇത് ഞാൻ കൊടുത്ത വേറൊരു പേരാണ്, ഫംഗ്ഷൻ കൊടുത്ത പേര്. യൂസർ ഡിഫൈൻ ഫംഗ്ഷൻസ് ആണ് ഇതെല്ലാം. അങ്ങനെ എത്ര വേണമെങ്കിലും ഫംഗ്ഷൻസ് നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ഒബ്ജക്റ്റ് നോക്കുക. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എൻ ഇൻസ്റ്റൻസ് ഓഫ് എ ക്ലാസ്. എന്ന് പറഞ്ഞാൽ ക്ലാസിന്റെ ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? ക്ലാസിന്റെ ഒരു വേരിയബിൾ, ഇതാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? ഒബ്ജക്റ്റ് ആയിട്ട് പറയുന്നത്. ഇറ്റ് ഈസ് എ റൺ ടൈം എൻറ്റിറ്റി in an object oriented system. Object is an entity that is created to allocate memory. അത് ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് പറയുന്നത്,
നമ്മളൊരു ക്ലാസ് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആ ക്ലാസ് ഡെഫിനിഷൻ വെച്ച് ഒരിക്കലും അതിന് മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കിട്ടുന്നു. when you are creating an object of that class, അപ്പോൾ മാത്രമേ എന്ത് കിട്ടുന്നുള്ളൂ, മെമ്മറി അലോക്കേഷൻ നടക്കുന്നുള്ളൂ. ഈ പറഞ്ഞ ക്ലാസ്സിനകത്തുള്ള വേരിയബിൾസിനും ഫംഗ്ഷൻസിനും മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യുന്നത് എപ്പോഴായിരിക്കും, ആ ക്ലാസിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞത്. എ ഒബ്ജക്ട് ഇസ് എൻറ്റിറ്റി ദാറ്റ് ഇസ് ക്രിയേറ്റഡ് ടു അലോക്കേറ്റ് മെമ്മറി. എ ക്ലാസ് വെൻ ഡിഫൈൻഡ് ഡസ് നോട്ട് ഹാവ് മെമ്മറി ചങ്ക് ഇറ്റ്സെൽഫ്. ഒരു ക്ലാസ് ഡിഫൈൻ ചെയ്യുമ്പം അതിന് എന്തില്ല, മെമ്മറി അലോക്കേഷൻ നടക്കുന്നില്ല. എപ്പോഴേ മെമ്മറി അലോക്കേഷൻ നടക്കുന്നുള്ളൂ, എപ്പോഴാണോ നിങ്ങൾ അതിന്റെ ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോഴ് മാത്രമേ ആ ക്ലാസ്സിന് മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കിട്ടുന്നുള്ളൂ. ഓക്കെ, ഇനി ഒബ്ജക്ട് എന്ന് പറയുന്നത് എന്താവാം, ഒരു പേഴ്സൺ ആവാം, ഒരു പ്ലേസ് ആവാം, ഒരു ഐറ്റം, ഒരു തിങ് ആവാം, പിന്നെ ബാങ്ക് അക്കൗണ്ട് ആവാം, ഏത് വേണമെങ്കിലും ഐറ്റം ആവാം. മനസ്സിലായത്, പ്രോഗ്രാമിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന. എക്സാമ്പിൾ, സ്റ്റുഡന്റ് എന്നൊരു ക്ലാസ് നിങ്ങൾ പറയുന്നു. ആ സ്റ്റുഡന്റ് എന്ന ക്ലാസ്സിനകത്ത് നിങ്ങൾ എഴുതുന്ന S1 S2 എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ആണ്, ഒരു പേഴ്സൺ റെപ്രസെന്റ് ചെയ്യുന്നു. എംപ്ലോയി എന്നൊരു ക്ലാസ്സിന് പേര് കൊടുക്കുന്നു. EMP എന്നാണ് നിങ്ങൾ ഒബ്ജക്റ്റിന്റെ പേര് പറയുന്നു, അത് കാരണമാണ്. ഒരു പ്ലേസ് പറയാം. ഓക്കെ, ക്ലാസ്സിൽ നിങ്ങൾ ഒരു പ്ലേസ് ആയിട്ട് കൊടുത്തിട്ട് ഏതെങ്കിലും പേര് നിങ്ങൾ ഒബ്ജക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നു. ബാങ്ക് അക്കൗണ്ട്, നിങ്ങൾ ബാങ്ക് എന്ന് കൊടുക്കുന്നു, ഒരു അക്കൗണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ എന്ത് വേണമെങ്കിൽ നമുക്ക് ഒബ്ജക്റ്റ് വരാം. അപ്പം ക്ലാസിന്റെ വേറൊരു ഡെഫിനേഷൻ നമുക്ക് പറയാം, ഒബ്ജക്റ്റിന്റെ കളക്ഷൻ ആണ് എന്തെന്ന് പറയാം, ക്ലാസ്. ഓക്കെ, നമുക്ക് അടുത്ത വേറൊരു ഡെഫിനേഷൻ ആയിട്ട് എന്ത് പറയാം ഒബ്ജക്റ്റിനെ വേണമെങ്കിൽ, ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻസ് ഓഫ് എ ക്ലാസ് ആണ്, എങ്കിലും ഒബ്ജക്റ്റിന്റെ കളക്ഷനെ നമുക്ക് എന്ത് പറയാം, ക്ലാസ്. അത് വെറും ഒബ്ജക്റ്റ് അല്ല, സിമിലർ ഒബ്ജക്ട്സിന്റെ കളക്ഷൻ. ഓക്കെ, കളക്ഷൻ ഓഫ് സിമിലർ ഒബ്ജക്ട് ഇസ് നോൺ ആസ് എ ക്ലാസ്. ഓക്കെ, ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ക്ലാസ്സിൽ നിന്നാണ്. അങ്ങനെയുള്ള ഡിഫറെന്റ് ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ, ഒരു ഡിഫറെന്റ് ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ ഒരേ ക്ലാസിന്റെ ഡിഫറെന്റ് ഒബ്ജക്ട്. ഓക്കെ, അതായത് ഒരു ക്ലാസ്സിന് മൾട്ടിപ്പിൾ ഒബ്ജക്ട്സ് ആവാം, ആ മൾട്ടിപ്പിൾ ഒബ്ജക്ട്സിന്റെ കളക്ഷനെ നമുക്ക് എന്ത് പറയാം, ക്ലാസ് ആയിട്ട് വേണമെങ്കിൽ പറയാം. സിമിലർ ഒബ്ജക്ട്സിന്റെ കളക്ഷനെ ക്ലാസ് ആയിട്ട് വേണമെങ്കിൽ ഡെഫിനിഷൻ കൊടുക്കാം. ഇനി ഒരു എക്സാമ്പിൾ ശ്രദ്ധിച്ചേ, ഒബ്ജക്റ്റ് എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ക്ലാസ് പേഴ്സൺ എന്നൊരു ക്ലാസ് ഞാൻ ഡിഫൈൻ ചെയ്യുവാണ്. അതിനകത്ത് 2 ഡാറ്റ മെമ്പേഴ്സ് ആണ് ഉള്ളത്. എന്തൊക്കെയാണ്, CHR പറയുന്നത്, അതായത് നെയിം എന്നൊരു സ്ട്രിംഗ് വേരിയബിൾ ആണ്. അപ്പൊ ഏത് കീവേഡ് ഇരിക്കും, ക്യാരക്ടർ, നെയിം ഓഫ് 20 ഇൻറ്റ് ID, പേഴ്സന്റെ ID, പേഴ്സന്റെ പേരുമായിട്ട് 2 ഡാറ്റ മെമ്പേഴ്സേ ഉള്ളൂ ഈ ക്ലാസ്സിന്. ഇനി അടുത്തത് ഞാൻ എന്താ, ഫങ്ഷൻസ് പറയണം. ഇനി ഈ ഫങ്ഷൻസ് പറയുമ്പോൾ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഈ ഫങ്ഷൻസ് എല്ലാം ഏത് മെത്തേഡ്, ഏത് ആക്സസിലാണ് വരേണ്ടത്, അത് നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് താഴോട്ട് പറയുന്നുണ്ട്. ഇവിടെ ഞാൻ ആക്സസ് സ്പെസിഫയർ പറയുന്നു. ഈ ആക്സസ് സ്പെസിഫയർ നമുക്ക് 3 എണ്ണം ഉണ്ട്, പബ്ലിക്, പ്രൈവറ്റ് ആൻഡ് പ്രൊട്ടക്റ്റഡ്. അതെന്താണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് നമുക്ക് നോക്കാൻ പറ്റും. ഇവിടെ ഇപ്പൊ തൽക്കാലം ഇതൊരു ആക്സസ് സ്പെസിഫയർ ആണ്. അത് എങ്ങനെയാണ് ഈ ഫംഗ്ഷന് നമ്മൾ ആക്സസ് ചെയ്യേണ്ടത് എന്ന് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് പബ്ലിക് എന്ന് കൊടുത്തു, കോളൻ. ഇത് നമുക്ക് ഫംഗ്ഷൻസ്, നമ്മൾ യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ ഇല്ലേ, അതെങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്, റിട്ടേൺ ടൈപ്പ് പറയണം, ഫംഗ്ഷന്റെ പേര് പറയണം. അപ്പൊ ഞാൻ ഇവിടെ എന്ത് റിട്ടേൺ ടൈപ്പ് ഒന്നും ഇല്ലെങ്കിൽ ഞാൻ എന്ത് കൊടുത്തു, വോയിഡ് ഗെറ്റ് ഡീറ്റെയിൽസ്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുക. എന്നിട്ട് ബ്രേസസ് ഓപ്പൺ ചെയ്ത് ഈ ഗെറ്റ് ഡീറ്റെയിൽസ് എന്ന ഫംഗ്ഷൻ എന്താണ് ചെയ്യേണ്ടത് അത് എഴുതുക. അതിനുശേഷം ബ്രേസസ് ക്ലോസ്. വീണ്ടും ഫംഗ്ഷൻസ് ഉണ്ടെങ്കിൽ അത് അടുത്ത ലൈനിൽ കൊടുക്കാം. അടുത്ത ലൈനിൽ എന്താണ് വേണ്ടത്, ആ ഫംഗ്ഷന്റെ പേര് എഴുതുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് അത് എന്ത് ചെയ്യണം, ബ്രേസസ് ഓപ്പൺ ക്ലോസ്. അങ്ങനെ എത്ര വേണമെങ്കിലും ഫംഗ്ഷൻസ് എഴുതാം. ലാസ്റ്റ് എന്ത് കൊടുക്കണം, ബ്രേസസ് ക്ലോസ് ചെയ്യുക, സെമിക്കോളൻ കൊടുക്കുക. ഓക്കെ, അപ്പം നമ്മൾ കൊടുത്തു ക്ലാസ്, ക്ലാസിന്റെ ഒരു പേര് പറഞ്ഞു, ബ്രേസസ് ഓപ്പൺ ചെയ്യുക, ക്ലാസിന്റെ ഡാറ്റ മെമ്പേഴ്സ് പറഞ്ഞു, തൊട്ട് താഴെ എന്ത് കൊടുക്കണം നമുക്ക്, അതിന്റെ മെമ്പർ ഫംഗ്ഷൻസ് പറയാണ്. ഇവിടെ ഞാൻ എക്സാമ്പിൾ ഒരു ഫംഗ്ഷനെ യൂസ് ചെയ്തുള്ളൂ. ആ ഫംഗ്ഷൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ബ്രേസസ് ഓപ്പൺ ചെയ്ത് കൊടുക്കുക, ബ്രേസസ് ക്ലോസ് ചെയ്യുക. എന്നിട്ട് എന്ത് കൊടുത്തു, നമ്മൾ ഫംഗ്ഷൻ തീർന്നുവെങ്കിൽ, ക്ലാസ് ഡെഫിനിഷൻ കഴിഞ്ഞുവെങ്കിൽ ബ്രേസസ് ക്ലോസ് ചെയ്യുക, സെമിക്കോളൻ കൊടുക്കുക. ഇപ്പൊ നോക്കിയേ, ഇനി ഇതാണെങ്കിൽ എനിക്ക് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഒബ്ജക്റ്റിന്റെ സിന്റാക്സ് ഇതാണ്. ക്ലാസ് നെയിം പറയണം, ഒബ്ജക്റ്റിന്റെ പേര് പറയണം. ഈ ഒബ്ജക്ട് ക്രിയേഷൻസ് എല്ലാം നമ്മൾ മെയിൻ അകത്താണ് കൊടുക്കുന്നത്. ക്ലാസ് ഡെഫിനിഷൻസ് എവിടെ വരും, മെയിന്റെ മുമ്പാണ് വരുന്നത്. ഇനി മെയിന്റെ അകത്ത് നമ്മൾ എന്ത് കൊടുക്കണം, ക്ലാസ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ പിന്നെ ക്ലാസ് എന്ന കീവേഡ് ഒന്നും വേണ്ട, ജസ്റ്റ് ക്ലാസിന്റെ പേര് പറയണം, പേഴ്സൺ, ഒബ്ജക്റ്റിന്റെ പേര്. ഇവിടെ ഞാൻ ഒബ്ജക്റ്റിന്റെ പേര് എന്ത് കൊടുത്തു, P1. P1 is an object of type person. ഓക്കെ, നമ്മൾ സ്ട്രക്ചറിന്റെ അകത്ത് ടാഗ് നെയിം, വേരിയബിൾ നെയിം പറയുന്നില്ലേ, അതുപോലെ ക്ലാസ് ഡിഫൈൻ ചെയ്തെങ്കിൽ ക്ലാസിന്റെ വേരിയബിൾ പറയുന്നത് മെയിൻ അകത്താണ്. എന്ത് കൊടുത്തു, നമ്മൾ ക്ലാസിന്റെ പേര് പറഞ്ഞു പേഴ്സൺ, ഒരു സ്പേസ് കഴിഞ്ഞിട്ട് എന്ത് കൊടുക്കണം, ഒബ്ജക്റ്റിന്റെ പേര് പറയണം, P1. അപ്പൊ P1 is an object of type person. പേഴ്സൺ ടൈപ്പിൽ വരുന്ന ഒരു ഒബ്ജക്റ്റ് ആണ് P1. ഒന്നിക്കുള്ളുണ്ടെങ്കിൽ എങ്ങനെ പറയാം, P1, P2. ഓക്കെ, അങ്ങനെ എത്ര വേണമെങ്കിലും നമുക്ക് ഒബ്ജക്ട്സ് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. ഇതാണ് ഒബ്ജക്ട് ക്രിയേഷന്റെ സിന്റാക്സ്.
ഓക്കെ. ഇനി അടുത്തൊരു പ്രോപ്പർട്ടി എന്ന കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എൻകാപ്സുലേഷൻ ആണ്. നമ്മൾ ഒബ്ജക്റ്റ് പറഞ്ഞല്ലോ, ക്ലാസ് പറഞ്ഞു ഒരു കോൺസെപ്റ്റ്, അടുത്ത ഒബ്ജക്റ്റ് പറഞ്ഞു. ഇനി തേർഡ് എന്ന് പറഞ്ഞാൽ എൻകാപ്സുലേഷൻ. എൻകാപ്സുലേഷൻ എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലാസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്, ക്ലാസ്സിനകത്ത് തന്നെ രണ്ട് പാർട്ട് അല്ലെ, ഡേറ്റ മെമ്പേഴ്സ് ഉണ്ടാവും. ആ ഡേറ്റ മെമ്പേഴ്സിനെ പ്രോസസ് ചെയ്യാനുള്ള ഫങ്ഷൻസ് നമ്മൾ അതിനകത്ത് തന്നെ ഉണ്ട്. അപ്പൊ ഒരു യൂണിറ്റ് തന്നെ, ക്ലാസ് എന്ന് പറഞ്ഞൊരു യൂണിറ്റ് ആണ്, ആ ക്ലാസ് എന്നൊരു യൂണിറ്റിനകത്ത് തന്നെ ഡേറ്റയും മെമ്പേഴ്സിനെയും ഒരുമിച്ച് കവർ ചെയ്തിരിക്കുകയാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആ ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എൻകാപ്സുലേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് റാപ്പിംഗ് ടുഗദർ ഓഫ് ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ ഇൻ എ സിംഗിൾ യൂണിറ്റ്. എന്താണ് കോൾഡ് ക്ലാസ്. ക്ലാസ് എന്ന സിംഗിൾ യൂണിറ്റിനകത്ത് ഡേറ്റയും അതിനെ പ്രോസസ് ചെയ്യുന്ന ഫങ്ഷൻസിനെയും ഒരുപോലെ നമ്മൾ റാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്, കവർ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. അതിനെ പറയുന്ന പേരാണ് എൻകാപ്സുലേഷൻ. ഓക്കെ. അപ്പൊ എൻകാപ്സുലേഷൻ is defined as binding together the data and the function that manipulates them. ഓക്കെ. ആ ഡേറ്റയെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഫങ്ഷൻസിനെയും ഒരുപോലെ ബൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ കോൺസെപ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എൻകാപ്സുലേഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഇത്. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കാം. ഓക്കെ. അപ്പൊ എൻകാപ്സുലേഷൻ എന്ന് പറയുന്നത്, അപ്പൊ അങ്ങനെ കവർ ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥാനത്ത് എന്താണ്, ഔട്ട്സൈഡ് വേൾഡിനെ ആക്സസ് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? പുറത്ത് എന്താണ് ഇത് കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് ആർക്ക് മാത്രമേ, ഇതിനകത്ത് ഇൻസൈഡ് ആയിട്ടുള്ളവർക്ക് മാത്രമേ ഇത് ആക്സസ് ചെയ്യാൻ പറ്റൂ, പുറത്ത് ഇത് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അതാണ് എൻകാപ്സുലേഷന്റെ പ്രത്യേകത. എൻകാപ്സുലേഷൻ ചെയ്യുന്നതുകൊണ്ടുള്ള പ്രത്യേകത എന്താണ്, ദ ഡേറ്റ ഈസ് നോട്ട് ആക്സസിബിൾ ടു ദ ഔട്ട്സൈഡ് വേൾഡ് എന്ന് പറഞ്ഞാൽ ഡേറ്റ സെക്യൂർ ആണ്. ഔട്ട്സൈഡ് വേൾഡിന്, ക്ലാസ്സിന് പുറത്ത് ഇതിന് ആക്സസ് ഇല്ല. ക്ലാസ്സിനകത്ത് ഡേറ്റ സെക്യൂർ ആണ്. ഇറ്റ്സ് നോട്ട് ആക്സസിബിൾ ടു ദ ഔട്ട്സൈഡ് വേൾഡ് ആൻഡ് ഓൺലി ദോസ് ഫങ്ഷൻസ് which wrapped in the class can access it. എന്ന് പറഞ്ഞാൽ ഏത് ഫങ്ഷൻസ് ആണോ ക്ലാസ്സിനകത്ത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ആ ഫംഗ്ഷന് മാത്രമേ ആ ഡേറ്റയെ ആക്സസ് ചെയ്യാൻ പറ്റൂ. പുറത്തൊരു ഫംഗ്ഷനോ പുറത്ത് വേറൊരു എന്ത് വേണമെങ്കിലും പ്രോഗ്രാമിനകത്ത് പുറത്തു നിന്നുകൊണ്ട് നമുക്ക് ഈ ഡേറ്റയെ, ക്ലാസ്സിനകത്ത് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഡേറ്റയെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ദേ ആർ എൻകാപ്സുലേറ്റഡ് ഇൻസൈഡ് എ സിംഗിൾ യൂണിറ്റ്. ഓക്കെ. ഇൻസുലേഷൻ ഓഫ് ദി ഡേറ്റ ഫ്രം ഡയറക്റ്റ് ആക്സസ് ബൈ ദ പ്രോഗ്രാം is called data hiding or information hiding. It's very important. It's a very important feature of a class. Data hiding അല്ലെങ്കിൽ information hiding, അതായത് നമുക്ക് നമ്മുടെ ഒരു ക്ലാസ്സിനകത്ത് ഡിഫൈൻ ചെയ്യുന്ന ഡേറ്റയെ നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാം. ആ ഇൻഫർമേഷൻ പുറം ലോകത്തിന് അറിയത്തില്ല. പുറം ലോകത്തിലുള്ള പ്രോഗ്രാമിന്റെ, അതായത് നമ്മൾ ഈ ക്ലാസ്സിന്റെ പുറത്ത് പ്രോഗ്രാമിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ ഡേറ്റയെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഒരു ഫംഗ്ഷൻ വഴി പോലും ആക്സസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഏത് ഫംഗ്ഷനിൽ ആക്സസ് ചെയ്യാൻ പറ്റും, ക്ലാസ്സിനകത്ത് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഫംഗ്ഷന് അതിനകത്ത് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഡേറ്റയെ ആക്സസ് ചെയ്യാൻ. അല്ല ഔട്ട്സൈഡ് ഒരു ഫംഗ്ഷന്, യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ ആയിക്കോട്ടെ, അതിനൊന്നും ഈ ഡേറ്റയെ ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ. അങ്ങനെ ഒരു ഇൻസുലേഷൻ കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡേറ്റ ഹൈഡിങ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഹൈഡിങ് എന്ന് പറയുന്നത്. അത് അച്ചീവ് ചെയ്യുന്നത് എങ്ങനെയാണ്, ത്രൂ ദിസ് എൻകാപ്സുലേഷൻ. ഓക്കെ. ഇനി അടുത്തത് പോളിമോർഫിസം. പോളിമോർഫിസം എന്ന് പറഞ്ഞാൽ is the ability to exist in more than one form. ഒന്നിൽ കൂടുതൽ ഫോമിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആ എബിലിറ്റിയെ നമ്മൾ പറയുന്ന പേരാണ് പോളിമോർഫിസം. പോളിമോർഫിസം എന്നതിന് എക്സാമ്പിൾ നമ്മൾ പറയുന്നത്, അത് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഏത് രീതിയിൽ മെത്തേഡ് ഫോളോ ചെയ്യുന്നു അതനുസരിച്ച് അതിന്റെ ബിഹേവിയർ മാറാം. ഒരു ഫംഗ്ഷൻ എടുക്കുന്നു, ആ ഫംഗ്ഷൻ നമ്മൾ ഏത് രീതിയിൽ വിളിക്കുന്നു, ഏത് സിറ്റുവേഷനിൽ വിളിക്കുന്നു, അതിനനുസരിച്ച് അതിന്റെ ബിഹേവിയറിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഫംഗ്ഷന്റെ പേരൊക്കെ ഒന്നായിരിക്കും, പക്ഷെ അത് കോൾ ചെയ്യുന്ന മെത്തേഡ് അനുസരിച്ച്, കോൾ ചെയ്യുന്ന സിറ്റുവേഷൻ അനുസരിച്ച് അതിന്റെ ബിഹേവിയറിൽ വ്യത്യാസം വന്നാൽ, അത് ബിഹേവ് ഡിഫറെന്റ് ആണെങ്കിൽ അതിനെ നമ്മൾ പറയുന്നതാണ് പോളിമോർഫിസം. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പം പ്ലസ് എന്നൊരു ഓപ്പറേറ്റർ യൂസ് ചെയ്യുക. അതായത് പോളിമോർഫിസത്തിന്റെ രണ്ട് കോൺസെപ്റ്റ് നമ്മൾ അച്ചീവ് ചെയ്യുന്ന രണ്ട് രീതിയിലാണ്. ഒന്ന് ഓപ്പറേറ്റർ ഓവർലോഡിങ്ങും ഒന്ന് ഫംഗ്ഷൻ ഓവർലോഡിങ്ങും. പോളിമോർഫിസം എന്നത് എബിലിറ്റി ടു എക്സിസ്റ്റ് ഇൻ മോർ ദാൻ വൺ ഫോം. ഒന്നിക്കൂൾ ഫോമിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കഴിവിനെയാണ് നമ്മൾ പോളിമോർഫിസം, പോളി എന്ന് പറഞ്ഞാൽ മോർ ദാൻ വൺ, അപ്പൊ പോളിമോർഫിസം എന്ന് പറയുന്നത്. അപ്പൊ ആ പോളിമോർഫിസം നമുക്ക് രണ്ട് രീതിയിൽ അച്ചീവ് ചെയ്യാൻ പറ്റും. ഒന്നെന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റർ ഓവർലോഡിങ്ങും ഒന്ന് ഫംഗ്ഷൻ ഓവർലോഡിങ്ങും ആണ്. അതെന്താന്ന് പറഞ്ഞാല്, ഓപ്പറേറ്റർ ഓവർലോഡിങ് എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഓപ്പറേറ്റർ എടുക്കുകയാണ്. ആ ഓപ്പറേറ്റർ രണ്ട് ഇൻസ്റ്റൻസിൽ രണ്ട് രീതിയിൽ ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോളിമോർഫിസം ആണ്. ഫോർ എക്സാമ്പിൾ, പ്ലസ് എന്നൊരു ഓപ്പറേറ്റർ നമ്മൾ എടുക്കുകയാണ്. പ്ലസ് എന്ന ഓപ്പറേറ്റർ എടുക്കുമ്പോൾ നമ്മൾ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യാനാണ് കൊടുക്കുന്നതെങ്കിൽ, ഇപ്പം 10+5 എന്ന് കൊടുക്കും, അല്ലെങ്കിൽ 2 ഇൻ എ കോമ ബി. എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ, എ റെപ്രസെന്റ് ചെയ്യുന്ന ഡേറ്റയും
ബി റെപ്രസെന്റ് ഡേറ്റയും കൂടി ആഡ് ചെയ്ത് നമുക്കൊരു സം വാല്യൂ റിട്ടേൺ ചെയ്യും. ഫോർ എക്സാമ്പിൾ 10 5 ആണെങ്കിൽ 15 എന്നൊരു ഡേറ്റ റിട്ടേൺ ചെയ്യും. പ്ലസ് ഓപ്പറേറ്റർ, സെയിം പ്ലസ് ഓപ്പറേറ്റർ തന്നെ ഞാൻ രണ്ട് സ്ട്രിംഗ് തമ്മിൽ ആഡ് ചെയ്യാൻ കൊടുക്കും. മീനിങ് അഡീഷൻ തന്നെ, പക്ഷേ അത് ബിഹേവ് ചെയ്യുന്നത് ഡിഫറെന്റ് ആയിരിക്കും. എങ്ങനെയായിരിക്കും? ഇപ്പം രണ്ട് സ്ട്രിംഗ് S1 S2 ഉണ്ടെന്ന് വിചാരിക്കും. ഞാൻ S1 പ്ലസ് S2 എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് S1ന്റെ എൻഡിൽ S2 ആഡ് ചെയ്യും. സ്ട്രിംഗ് കോൺകാറ്റിനേഷൻ ആണ് അവിടെ നടക്കുന്നത്. ഒരു സ്ട്രിംഗിന്റെ എൻഡിൽ അടുത്ത സ്ട്രിംഗ് ആഡ് ചെയ്താണ് ഒരു തേർഡ് സ്ട്രിംഗ് ഉണ്ടാക്കുന്നത്. അപ്പം മീനിങ്ങിൽ വ്യത്യാസമില്ല, മീനിങ് എന്ത് തന്നെയാണ്, അഡീഷൻ ആണ്. പക്ഷെ അതിന്റെ ബിഹേവിയർ എന്തായി? രണ്ട് ഇൻസ്റ്റൻസിൽ രണ്ട് രീതിയിൽ ബിഹേവ് ചെയ്തു. നമ്പേഴ്സ് ആണ് കൊടുത്തപ്പം ആ സിറ്റുവേഷനിൽ അത് അഡീഷൻ പെർഫോം ചെയ്തു, സം റിട്ടേൺ ചെയ്തു. നമ്പേഴ്സിന് പകരം ഞാൻ സ്ട്രിംഗ് കൊടുത്തപ്പം നെക്സ്റ്റ് സിറ്റുവേഷനിൽ അത് എന്ത് ചെയ്തു, അഡീഷൻ പെർഫോം ചെയ്തു. പക്ഷെ എങ്ങനെയാണ്? ഒരു സ്ട്രിംഗിന്റെ എൻഡിൽ മറ്റേ സ്ട്രിംഗ് ആഡ്, സ്ട്രിംഗ് കോൺകാറ്റിനേഷൻ പെർഫോം ചെയ്തു. ദിസ് ആൻ ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ ഓപ്പറേറ്റർ ഓവർലോഡിംഗ്. ഓക്കെ, അതിനാണ് നമ്മൾ ഓപ്പറേറ്റർ ഓവർലോഡിംഗ് എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റർ മൾട്ടിപ്പിൾ ബിഹേവിയർ ഉണ്ടാവും ഡിഫറെന്റ് ഇൻസ്റ്റൻസ്. നമ്മളത് എങ്ങനെ യൂസ് ചെയ്യുന്നു അതിനനുസരിച്ച് അതിന് മൾട്ടിപ്പിൾ ബിഹേവിയർ അത് എക്സിബിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ആൻ എക്സാമ്പിൾ ഫോർ പോളിമോർഫിസം. ആ ടൈപ്പിനെ നമ്മൾ പറഞ്ഞ ഓപ്പറേറ്റർ ഓവർലോഡിംഗ്. അതുപോലെ തന്നെയാണ് അടുത്തൊരു സെഷനാണ് നമുക്ക് ഫംഗ്ഷൻ ഓവർലോഡിംഗ്. ഫംഗ്ഷൻ ഓവർലോഡിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പം സം എന്നൊരു ഫംഗ്ഷൻ ഞാൻ എഴുതി, യൂസ് ഡിഫറെന്റ് ഫംഗ്ഷൻ. ഈ സം എന്ന ഫംഗ്ഷൻ വെച്ചിട്ട് ഞാൻ ആദ്യം ഒരു സം എന്ന പേര് എഴുതി. അതായത് ഫംഗ്ഷൻ ഓവർലോഡ് എന്ന് വെച്ചാൽ ഫംഗ്ഷൻ നെയിം സെയിം ആയിരിക്കും, അതിനകത്ത് വരുന്ന ആർഗ്യുമെന്റ്സ് അല്ലെങ്കിൽ ഡേറ്റ ടൈപ്പിലോ നമ്പർ ഓഫ് ആർഗ്യുമെന്റ്സിലോ ഡേറ്റ ടൈപ്പിലോ ഡിഫറൻസ് ഉണ്ടാവും. അതാണ് ഫംഗ്ഷൻ ഓവർലോഡ്. ഫോർ എക്സാമ്പിൾ സം എന്നൊരു ഫംഗ്ഷൻ ഞാൻ പ്രോഗ്രാമിൽ എനിക്ക് രണ്ട് നമ്പേഴ്സിന്റെ സം, ഇന്റിജർ നമ്പേഴ്സിന്റെ സം കണ്ടുപിടിക്കാം. അപ്പൊ നിങ്ങളൊരു ഫംഗ്ഷൻ എഴുതി വോയിഡ് സം ബ്രാക്കറ്റിനകത്ത് ഇന്റ് എ കോമ ബി ഇന്റ് ബി എഴുതി. രണ്ട് ആർഗ്യുമെന്റ്സ് നിങ്ങൾ കൊടുത്തത് രണ്ട് ഇന്റിജർ വാല്യൂ കൊടുത്ത് നിങ്ങൾ സം കണ്ടുപിടിച്ചു. അടുത്ത് ഞാൻ പറയാണ് രണ്ട് ഫ്ലോട്ട് വാല്യൂസിന്റെ സം കണ്ടുപിടിക്കും. അപ്പോഴും നിങ്ങൾ കൊടുക്കുന്ന പേര് എന്ത് തന്നെയായിരിക്കും, പ്രോഗ്രാമിൽ സം തന്നെയാണ്. പക്ഷേ ബ്രാക്കറ്റിനകത്ത് നിങ്ങൾ എന്ത് കൊടുത്തു, രണ്ട് ഫ്ലോട്ട്. അടുത്ത് ഞാൻ പറയാണ് സം, രണ്ട് നമ്പേഴ്സ് റീഡ് ചെയ്ത് സം കണ്ടുപിടിച്ചിട്ട് അത് ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യണം, വാല്യൂ റിട്ടേൺ ചെയ്യണം തിരിച്ച് കോളിംഗിലേക്ക്. അപ്പൊ നിങ്ങൾ റിട്ടേൺ ടൈപ്പ് എന്തായിരിക്കും, ഇന്റ് സം. ആർഗ്യുമെന്റ്സ് ഉണ്ടെങ്കിൽ കൊടുക്കുക, ഇല്ലെങ്കിൽ ജസ്റ്റ് ക്ലോസ് ചെയ്തു. നെക്സ്റ്റ് ലൈനിൽ രണ്ട് നമ്പേഴ്സ് റീഡ് ചെയ്യുന്നു, ആ രണ്ട് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുന്നു, എ ബി ആഡ് ചെയ്ത് റിട്ടേൺ എ പ്ലസ് ബി. അപ്പൊ ഞാൻ എന്റെ പ്രോഗ്രാമിൽ 3 സം എന്ന പ്രോഗ്രാം എഴുതി, ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഡിഫറൻസ് എവിടെ വന്നു? ആദ്യത്തെ സമ്മിനകത്ത് രണ്ട് ആർഗ്യുമെന്റ്സ് ഇന്റിജർ ആണ്, സെക്കൻഡ് സമ്മിനകത്ത് രണ്ട് ആർഗ്യുമെന്റ്സ് എന്തായിരിക്കും, ഫ്ലോട്ട് ആയിരിക്കും. തേർഡിനകത്ത് എന്തായിരിക്കും രണ്ട് ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത്, തേർഡിനകത്ത് ഞാൻ ആർഗ്യുമെന്റ്സ് ഒന്നും കൊടുക്കുന്നത് പക്ഷെ റിട്ടേൺ ടൈപ്പ്. അപ്പോഴിത് മെയിൻ പ്രോഗ്രാമിൽ ഞാൻ കോൾ ചെയ്യുന്ന അനുസരിച്ച് ഇത് എവിടെ പോകും, രണ്ട് ഇന്റിജർ നമ്പർ വെച്ചാണ് സം കോൾ ചെയ്യുന്നതെങ്കിൽ അത് ഇന്റിജർ ആർഗ്യുമെന്റ് കൊടുത്ത പ്ലേസിലേക്ക് പോകും. രണ്ട് ഫ്ലോട്ട് വാല്യൂ വെച്ചിട്ടാണ് ഞാൻ സം എന്ന ഫംഗ്ഷൻ കോൾ ചെയ്യുന്നെങ്കിൽ അത് എവിടെ പോകും, കറക്റ്റ് ആയിട്ട് ഫ്ലോട്ട് വാല്യൂ ഡിഫൈൻ ചെയ്ത സ്ഥലത്ത് പോകും. ആർഗ്യുമെന്റ്സ് ഒന്നും ഇല്ലാതെ ഞാൻ സം ഫംഗ്ഷൻ കോൾ ചെയ്ത് എവിടെ പോകും, സം വെറുതെ കൊടുത്തിരിക്കുന്ന സ്ഥലത്തേക്ക്. അപ്പൊ ഫംഗ്ഷൻ നെയിം സെയിം ആയിരിക്കും, പക്ഷേ അതിന് എന്തായിരിക്കും ഡിഫറൻസ് വരുന്ന എവിടേക്ക്, നമ്പർ ഓഫ് ആർഗ്യുമെന്റ്സിലോ അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് ആർഗ്യുമെന്റ്സിലോ ഡിഫറൻസ് വരുന്ന രീതിയിൽ ഉള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫംഗ്ഷൻ. ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് നോക്കും. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ എക്സാമ്പിൾ ഒക്കെ നോക്കാം. അപ്പൊ രണ്ട് രീതിയിൽ നമുക്ക് പോളിമോർഫിസം അച്ചീവ് ചെയ്യാം. പോളിമോർഫിസം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എൻ എബിലിറ്റി ടു എക്സിസ്റ്റ് ഇൻ മോർ ദാൻ വൺ ഫോം. ഒന്നിൽ കൂടുതൽ ഫോമിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എബിലിറ്റിയെ നമുക്ക് എന്ത് പറയാം, നമുക്ക് പോളിമോർഫിസം എന്ന് പറയാം. ആ പോളിമോർഫിസം നമുക്ക് രണ്ട് രീതിയിലാണ് നമ്മൾ അച്ചീവ് ചെയ്യുന്നത്. ഒന്ന് ത്രൂ ഓപ്പറേറ്റർ ഓവർലോഡിംഗ് ആൻഡ് അനദർ വൺ ത്രൂ ഫംഗ്ഷൻ ഓവർലോഡിംഗ്. ഓപ്പറേറ്റർ ഓവർലോഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പറേറ്റർ സിറ്റുവേഷൻ അനുസരിച്ച് ബിഹേവ് ചെയ്യുന്നത് ഡിഫറെന്റ് ആണെങ്കിൽ അതിനെ നമുക്ക് ഓപ്പറേറ്റർ ഓവർലോഡിംഗ് പറയാം. എക്സാമ്പിൾ ഞാൻ പറഞ്ഞ പ്ലസ് ഓപ്പറേറ്റർ. അതുപോലെ നമുക്ക് ഫംഗ്ഷൻ ഓവർലോഡിംഗ് ആണ്, ഫംഗ്ഷൻ നെയിം സെയിം ആയിരിക്കും, അതിൽ ഡിഫറൻസ് വരുന്ന എവിടെയായിരിക്കും, ആർഗ്യുമെന്റ്സിലോ നമ്പർ ഓഫ് ആർഗ്യുമെന്റ്സിലോ ടൈപ്പ് ഓഫ് ആർഗ്യുമെന്റ്സിലോ ഡിഫറൻസ് വരുത്തി ഒരു ഫംഗ്ഷൻ നമ്മൾ അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ഫംഗ്ഷൻ ഓവർലോഡിംഗ് ആണ്. ആൻഡ് അടുത്തത് വെരി ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ഫീച്ചറാണ് ഇൻഹെറിറ്റൻസ്. ഇൻഹെറിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ നേരത്തെ ഉണ്ടായിരുന്നത് നമ്മൾ തിരിച്ചെടുക്കുകയാണ് അല്ലെ, അതാണ് ഇൻഹെറിറ്റ് ചെയ്യാന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു നമ്മളെ പേരൻസ് നമ്മൾ കുറെ ക്യാരക്ടേഴ്സ് നമ്മൾ ഇൻഹെറിറ്റ് ചെയ്ത് ചൈൽഡിലേക്ക് വരുന്നു എന്ന് പറയുന്നത് ആ അതേ കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ. ഇവിടെ ഇൻഹെറിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ്സിന് കുറെ പ്രോപ്പർട്ടീസ്, പ്രോപ്പർട്ടീസ് മീൻസ് വാട്ട്, പിന്നെ ഡേറ്റ മെമ്പേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഉണ്ട്. നമുക്ക് ഈ പറഞ്ഞ ഡേറ്റ മെമ്പേഴ്സും ഫങ്ഷൻസും ഞാൻ വേറെ ഡിഫൈൻ ചെയ്യുന്ന ഒരു ക്ലാസ്സിന് വേണം. ഓക്കെ, മനസ്സിലായി. ഇപ്പൊ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റുഡന്റ് എന്നൊരു ക്ലാസ് ഉണ്ട്. സ്റ്റുഡന്റ് എന്ന ക്ലാസ്സിൽ എനിക്ക് രജിസ്റ്റർ നമ്പറും നെയിമും ഉണ്ട്. ആ രജിസ്റ്റർ നമ്പറും നെയിമും റീഡ് ചെയ്യാനുള്ള ഫംഗ്ഷനും അത് ഡിസ്പ്ലേ ചെയ്യാനുള്ള ഫംഗ്ഷൻസും ഞാൻ
എൻ്റെ ഈ ക്ലാസ് എന്ന സ്റ്റുഡന്റ് എന്ന ക്ലാസ്സിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. ഞാൻ അടുത്തത് മാർക്ക് എന്നൊരു ക്ലാസ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോവാം സ്റ്റുഡൻസിന് വേണ്ടി. പക്ഷെ അവിടെ എനിക്ക് എന്ത് വേണം? രജിസ്റ്റർ നമ്പർ വേണം, സ്റ്റുഡന്റ് പേര് വേണം, പിന്നെ അയാൾ അഡീഷണൽ എന്ത് വേണം? മാർക്ക് വേണം. അവർക്ക് ഓരോ സെമസ്റ്ററിൽ കിട്ടിയ 3 സെമസ്റ്ററിലായിട്ട് കിട്ടിയ മാർക്കും കൂടി എനിക്ക് അവിടെ വേണം. അപ്പം ഓൾറെഡി എനിക്കൊരു സ്റ്റുഡന്റ് എന്ന ക്ലാസ് ഉണ്ട്. അതിനകത്ത് എന്തുണ്ട്? ഈ രജിസ്റ്റർ നമ്പർ, എല്ലാ സ്റ്റുഡൻസിനും രജിസ്റ്റർ നമ്പറും ഉണ്ട്. എന്താണ് പിന്നെ നെയിമും ഞാൻ കൊടുക്കാനുള്ള മെത്തേഡ്സും ഞാൻ കൊടുത്തിട്ടുണ്ട്. എനിക്ക് വേറൊരു ക്ലാസ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മാർക്ക് എന്ന ക്ലാസ് ആണ്. ആ മാർക്ക് എന്ന ക്ലാസ്സിൽ എനിക്ക് അഡീഷണൽ ആയിട്ട് വേണ്ട ഇതിന്റെ കൂടെ മാർക്കിനെ സ്റ്റോർ ചെയ്യാനുള്ള വേരിയബിൾ വേണം. അത് റീഡ് ചെയ്യാനും ഡിസ്പ്ലേ ചെയ്യാനുള്ള ഒരു ഫംഗ്ഷനും കൂടി വേണം. അപ്പം എനിക്ക് ഓൾറെഡി ഉള്ളത് സ്റ്റുഡന്റ്, അതിൽ നിന്നുകൊണ്ട് എനിക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും? വേണമെങ്കിൽ മാർക്ക് ക്രിയേറ്റ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ മാർക്കിനെ നമുക്ക് ഓൾറെഡി പുതിയതായിട്ട് വീണ്ടും നമ്മൾ എന്ത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യേണ്ട, വീണ്ടും ഞാൻ രജിസ്റ്റർ നമ്പറും നെയിമും വീണ്ടും മാർക്കിനകത്ത് ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. ദേ ആർ ഓൾറെഡി ഡിഫൈൻഡ് ഇൻ ദ ക്ലാസ് സ്റ്റുഡന്റ്. എനിക്ക് വേണമെങ്കിൽ സ്റ്റുഡന്റിൽ നിന്നുകൊണ്ട് ആ സ്റ്റുഡന്റിന്റെ ക്ലാസ്സിന് എന്തെല്ലാമാണ് പ്രോപ്പർട്ടീസ്, ആ പ്രോപ്പർട്ടീസ് എനിക്ക് എവിടെ കൊണ്ടുവരാൻ പറ്റും? മാർക്കിൽ കൊണ്ടുവരാം. അങ്ങനെ കൊണ്ടുവരുന്നതിനെ, അങ്ങനെ ഇൻഹെറിറ്റ് ചെയ്ത് കൊണ്ടുവരുന്നതിനെ പറയുന്ന കോൺസെപ്റ്റ് ആണ് ഇൻഹെറിറ്റൻസ്. ഓക്കെ, വി ക്യാൻ ഡിറൈവ് എ പ്രോപ്പർട്ടീസ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വൺ ക്ലാസ് ടു അനദർ ക്ലാസ്. ഒരു ക്ലാസ്സിൽ നിന്നുകൊണ്ട് അതിന്റെ പ്രോപ്പർട്ടീസും ഫംഗ്ഷൻ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് വേറൊരു ക്ലാസ്സിലേക്ക് കൊണ്ടുവരുന്നതിനെ ആണ് ഇൻഹെറിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡിറൈവ് ചെയ്യുക എന്ന് പറയുന്നത്. ആ കോൺസെപ്റ്റിനെ പറയുന്ന പേരാണ് ഇൻഹെറിറ്റ്. അപ്പൊ അങ്ങനെ ഇൻഹെറിറ്റ് ചെയ്യുമ്പം നമ്മൾ ഏത് ക്ലാസ് ആണ് ഇൻഹെറിറ്റ് ചെയ്ത് വരുന്നത്, അതായത് ഡിറൈവ് ചെയ്ത് വരുന്ന പുതിയ ക്ലാസ്സിനെ നമ്മൾ ചൈൽഡ് ക്ലാസ് അല്ലെങ്കിൽ സബ് ക്ലാസ് അല്ലെങ്കിൽ ഡിറൈവ്ഡ് ക്ലാസ് എന്ന് പറയും. ഇനി ഏത് ക്ലാസ്സിൽ നിന്നാണോ ഇത് ഡിറൈവ് ചെയ്ത് വന്നത് അതിനെ ബേസ് ക്ലാസ് അല്ലെങ്കിൽ പേരന്റ് ക്ലാസ് എന്ന് പറയും. ശ്രദ്ധിച്ച്, ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസിന്റെ പ്രോപ്പർട്ടീസ്, ഒരു ക്ലാസ്സിന് എന്തെല്ലാം ഡാറ്റ മെമ്പേഴ്സ് ഉണ്ട്, അതിന്റെ എന്തെല്ലാം അതിന്റെ ഫങ്ഷൻസ് ഉണ്ട്, ആ മെത്തേഡ്സ്, ആ ഫങ്ഷൻസും ആ മെത്തേഡ്സിനെയും വേറൊരു ക്ലാസ്സിലേക്ക് കൊണ്ടുവരാം. ആ ക്ലാസ്സിന് അതിൻ്റെതായ പ്രത്യേകത ഉണ്ടാകും. അതിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടി എടുക്കാൻ പറ്റുമെങ്കിൽ ആ കോൺസെപ്റ്റിനെ പറയുന്ന പേരാണ് ഇൻഹെറിറ്റൻസ്. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യുമ്പം പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത് വന്ന ക്ലാസ്സിനെ ചൈൽഡ് ക്ലാസ് അല്ലെങ്കിൽ ഡിറൈവ്ഡ് ക്ലാസ് എന്ന് പറയും. ഏത് ക്ലാസ്സിൽ നിന്നാണ് ഇതിന്റെ പ്രോപ്പർട്ടീസ് എടുത്ത് അതിനെ ബേസ് ക്ലാസ് അല്ലെങ്കിൽ പേരന്റ് ക്ലാസ് എന്ന് പറയും. ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് 3rd മോഡ്യൂളിൽ പഠിക്കാനുണ്ട്. ഓപ്പറേറ്റർ ഓവർലോഡിങ്ങും ഇൻഹെറിറ്റൻസിനെ കുറിച്ച് നമ്മൾ 3rd മോഡ്യൂൾ, അതായത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് 3rd മോഡ്യൂളിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മൾ അറിയേണ്ടത് എന്താണ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിന്റെ കോൺസെപ്റ്റ്. ഈ ഇൻഹെറിറ്റൻസ് എന്ന കോൺസെപ്റ്റ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിന്റെ കോൺസെപ്റ്റ് എന്താണ് മീൻ ചെയ്യുന്നത്? അതെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇറ്റ്സ് എ കേപ്പബിലിറ്റി ഓഫ് എ ക്ലാസ് ടു ഇൻഹെറിറ്റ് ഓർ ഡിറൈവ് പ്രോപ്പർട്ടീസ് ഓഫ് അനദർ ക്ലാസ്. ഓക്കെ, വേറൊരു ക്ലാസിന്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സിനെ ഇൻഹെറിറ്റ് ചെയ്യാനുള്ള, ഡിറൈവ് ചെയ്യാനുള്ള ഒരു ക്ലാസിന്റെ കേപ്പബിലിറ്റി ആണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഹെറിറ്റൻസ്. അങ്ങനെ ഏത് ക്ലാസ് ആണോ ഇൻഹെറിറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് വരുന്നത് ആ പുതിയ ക്ലാസ്സിനെ നമ്മൾ ഡിറൈവ്ഡ് ക്ലാസ് അല്ലെങ്കിൽ ചൈൽഡ് ക്ലാസ് അല്ലെങ്കിൽ സബ് ക്ലാസ് എന്ന് പറയും. അല്ല, അത് ഏത് ക്ലാസ്സിൽ നിന്നാണോ ഇത് കൊണ്ടുവന്നത്, പ്രോപ്പർട്ടീസ് എടുത്തുകൊണ്ട് വന്നത്, അതിനെ ബേസ് അല്ലെങ്കിൽ പേരന്റ് ക്ലാസ്. ഓക്കെ, ഇനി അടുത്തൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അബ്സ്ട്രാക്ഷൻ ആണ്. അബ്സ്ട്രാക്ഷൻ എന്താന്ന് പറഞ്ഞാൽ ഇത് വൺ ഓഫ് ദ എസെൻഷ്യൽ ആൻഡ് ഇമ്പോർട്ടന്റ് ഫീച്ചർ ഇൻ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എസെൻഷ്യൽ ആയിട്ടൊരു ഫീച്ചർ ആയിരുന്നു നമ്മുടെ ഡേറ്റ അബ്സ്ട്രാക്ഷൻ. ഇതെന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേയിങ് ഓൺലി എസെൻഷ്യൽ ഇൻഫർമേഷൻസ് ആൻഡ് ഹൈഡിങ് ദ ഡീറ്റെയിൽസ്. എന്ന് പറഞ്ഞാൽ പുറമെ ലോകത്തിന് നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻസ് മാത്രം പാസ് ചെയ്യുന്നു, അല്ലാത്ത കാര്യങ്ങൾ എന്താ ചെയ്യുക? ഹൈഡ് ചെയ്ത്, ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് നമ്മൾ എന്ത് പറയുന്നുണ്ട്? ഹൈഡ് ചെയ്തുകൊണ്ട് ഔട്ട്സൈഡ് വേൾഡിന് ആവശ്യമുള്ളത് മാത്രം കൊടുക്കുന്ന ആ കോൺസെപ്റ്റ് ആണ് ഡേറ്റ, അതായത് ക്ലാസ്. ക്ലാസ് ആണ് ആ കോൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ക്ലാസ്സിനെ വേറൊരു പേര് പറയാം, അബ്സ്ട്രാക്ട്. ഫോർ എക്സാമ്പിൾ, ഹൈഡ് ചെയ്യാന്നുണ്ട്, അവിടുത്തെ ഡേറ്റ മെമ്പേഴ്സ് നമ്മൾ ഹൈഡ് ചെയ്യുന്നു, പക്ഷെ അതിന്റെ മെത്തേഡ്സ് നമുക്ക് ഔട്ട്സൈഡ് വേൾഡിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. മനസ്സിലായി? അപ്പൊ മെത്തേഡ്സ് മാത്രം പുറത്ത് വരുന്നു. ആ മെത്തേഡ്സ് യൂസ് ചെയ്യുന്ന ഡേറ്റ മെമ്പേഴ്സിന് ആർക്ക് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റൂ? ആ മെത്തേഡ്സിന് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, ആവശ്യമുള്ള ഡീറ്റെയിൽസ് എസെൻഷ്യൽ ആയിട്ട് എന്ത് വേണം, ആ ഡേറ്റ നിങ്ങൾ ക്ലാസ്സിനകത്ത് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു അത് മെത്തേഡ് വെച്ച് നമുക്ക് പുറത്ത് ആക്സസ് ചെയ്യാൻ പറ്റും. ആ ഡേറ്റ മെമ്പേഴ്സ് നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കും. അതാണ് പറഞ്ഞത് എസെൻഷ്യൽ മീൻസ് ഡിസ്പ്ലേയിങ് ഓൺലി എസെൻഷ്യൽ ഇൻഫർമേഷൻ ഹൈഡിങ് ദ ഡീറ്റെയിൽസ്. Class use the concept of abstraction, so they are known as abstract data type. Okay, and നമ്മൾ വേണമെങ്കിൽ ADT full form expand ചെയ്യാൻ ചോദിക്കാം. ADT means abstract data type. Okay, next one, dynamic binding.
ഡൈനാമിക് ബൈൻഡിങ് എന്താന്ന് പറഞ്ഞാല് നമ്മള് C++ പ്രോഗ്രാമിലും നമുക്ക് ഫംഗ്ഷൻസ് ഒക്കെ എഴുതാം. ഓക്കെ, നമ്മൾ സിയിൽ എഴുതിയില്ല യൂസർ ഡിഫൈൻ ഫംഗ്ഷൻസ്, അതുപോലെ നമുക്ക് CPP-യിലും എന്ത് ചെയ്യാൻ പറ്റും? യൂസർ ഡിഫൈൻ നമ്മൾ ബിഗിനിങ്ങിൽ നോക്കിയായിരുന്നു അല്ലെ? ആ യൂസർ ഡിഫൈൻ ഫംഗ്ഷൻസ് നമ്മൾ എഴുതാം. അപ്പൊ അങ്ങനെ യൂസർ ഡിഫൈൻ ഫംഗ്ഷൻസ് എഴുതുമ്പോൾ നമ്മൾ മെയിൻ പ്രോഗ്രാം ഉണ്ടാവും. നമ്മുടെ പ്രോഗ്രാമിനകത്ത് 2-3 സ്ഥലത്ത് നമ്മൾ എന്താണ് പറയുന്നത്, 2-3 യൂസർ ഡിഫൈൻ ഫംഗ്ഷൻസ് എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ടാണ് കമ്പൈൽ ചെയ്യുന്നത്. മെയിൻ പ്രോഗ്രാം കമ്പൈൽ ചെയ്ത് വെക്കും. നിങ്ങളുടെ പ്രോഗ്രാമിൽ ഇപ്പൊ 2 യൂസർ ഡിഫൈൻ സമ്മും ആവറേജും ഉണ്ടെങ്കിൽ സം കമ്പൈൽ ചെയ്ത് വെക്കും, അതുപോലെ ആവറേജും കമ്പൈൽ ചെയ്ത് വെക്കും. എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് മെയിൻ പ്രോഗ്രാം കോൾ ചെയ്യുമ്പോൾ തന്നെ ഈ പറഞ്ഞ ഫംഗ്ഷൻസ് എല്ലാം കൂടി ഒരുമിച്ച് കോൾ ചെയ്യും. ഇതിന്റെ കോഡ് കമ്പൈൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. സമ്മിന്റെ കോഡ് കമ്പൈൽ ചെയ്ത് വെച്ചിട്ടുണ്ട്, ആവറേജിന്റെ കോഡും കമ്പൈൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. മെയിൻ പ്രോഗ്രാം ആദ്യമാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. എക്സിക്യൂട്ട് ചെയ്യുമ്പം നിങ്ങൾ മെയിൻ പ്രോഗ്രാമിനകത്ത് എവിടെയാണോ സം കോൾ ചെയ്യുന്നത് ആ ടൈമിൽ മാത്രമേ സം കമ്പൈൽ ചെയ്തിരിക്കുന്ന സമ്മിന്റെ കോഡ് ഈ മെയിൻ പ്രോഗ്രാമുമായിട്ട് മേർജ് ആവത്തുള്ളൂ. അതുവരെ ഈ പ്രോഗ്രാമിൽ ഇത് അറിയത്തില്ല. മെയിൻ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ മെയിൻ പ്രോഗ്രാമിൽ എന്തിന്റെ വരത്തില്ല, സമ്മിന്റെ കോഡ് ഓൾറെഡി വരില്ല. എപ്പോഴാണോ നിങ്ങളത് കോൾ ചെയ്യുന്നത് ആ കോൾ ചെയ്യുന്ന സമയത്ത്, റൺ ചെയ്യുന്ന സമയത്ത് മാത്രമേ ഈ പറഞ്ഞ കോഡ് എങ്ങോട്ട് വരത്തുള്ളൂ, ഈ നിങ്ങളുടെ പ്രോഗ്രാമിലേക്ക് മെയിനിലേക്ക് മേർജ് ചെയ്ത് വരുള്ളൂ. ആ കോൺസെപ്റ്റിനാണ് എന്ത് പറയുന്നത്, ഡൈനാമിക്. ബിക്കോസ് ആ കോഡ് മേർജ് ചെയ്യുന്നത് റൺ ടൈമിലാണ്, അല്ല സ്റ്റാറ്റിക് ആയിട്ട് നേരത്തെ മേർജ് ചെയ്ത് കിടക്കുന്നില്ല. അതാണ് ഡൈനാമിക് ബൈൻഡിങ് എന്ന് പറയുന്നത്. ഡൈനാമിക് ബൈൻഡിങ് മീൻസ് that the code associated with a function called, നമ്മൾ ഏത് ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു ആ ഫംഗ്ഷൻ അസോസിയേറ്റ് ചെയ്യുന്ന കോഡ് is not known until the time of call at runtime. എപ്പോഴാണോ കോൾ ചെയ്യുന്നത് അതുവരെ ആ കോഡ് ആർക്കറിയാൻ പറ്റില്ല, പ്രോഗ്രാമിന് അറിയാൻ പറ്റില്ല. നിങ്ങൾ എപ്പോഴാണോ ആ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത് റൺ ചെയ്യുന്ന സമയത്ത് അപ്പോഴും മാത്രമേ അതിനെ അസോസിയേറ്റ് ചെയ്യുന്ന കോഡ് പ്രോഗ്രാമിലേക്ക് വരുള്ളൂ. അതിനെയാണ് ഡൈനാമിക് ബൈൻഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനെ C++ provide facility to specify that compiler should match the function. അതിനാണ് നമ്മൾ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് ആദ്യമേ പറയുന്നത് അല്ലേ? ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് ആദ്യമേ പറയുമ്പോൾ കമ്പൈലറിന് അറിയാം ഇങ്ങനെ ഒരു ഫംഗ്ഷൻ പ്രോഗ്രാമിനകത്ത് ഉണ്ടെന്ന് നമ്മൾ കൊടുക്കും. ഓക്കെ, ആൻഡ് ഡൈനാമിക് ബൈൻഡിങ് ഈസ് അച്ചീവ്ഡ് യൂസിങ് വെർച്വൽ ഫംഗ്ഷൻ. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് നിങ്ങൾ ഇത് മാത്രം അറിഞ്ഞിരിക്കുക, എന്താണ് ഡൈനാമിക് ബൈൻഡിങ്. ഡൈനാമിക് ബൈൻഡിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് ദ കോഡ് അസോസിയേറ്റ് വിത്ത് എ ഫംഗ്ഷൻ കോൾ ഈസ് നോട്ട് നോൺ അണ്ടിൽ ദ ടൈം ഓഫ് കോൾ അറ്റ് റൺ ടൈം. ഓക്കെ, and the last one is message passing. മെസ്സേജ് പാസിംഗ് എന്താന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ്, ഞാൻ പറഞ്ഞല്ലോ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിനകത്ത് നമുക്ക് എന്തുണ്ട്, സെറ്റ് ഓഫ് ഒബ്ജക്ട്സ് ഉണ്ടാവും. ഈ ഒബ്ജക്ട്സ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അവർ തമ്മിൽ മെസ്സേജ് പാസ് ചെയ്യാം. ഓക്കെ, മെസ്സേജ് ഒരു ഒബ്ജക്റ്റിന് അടുത്തൊരു ഒബ്ജക്റ്റിലേക്ക് മെസ്സേജ് പാസ് ചെയ്യാം, അതുപോലെ തിരിച്ച് റിസീവ് ചെയ്യാൻ പറ്റും. ആ മെസ്സേജ് അതാണ് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഒബ്ജക്റ്റ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മെസ്സേജ് പാസിംഗ്. Okay, it opens a set of objects that communicate with each other by passing message to one another. C++ has virtual functions to support. അപ്പോൾ ഇത് സപ്പോർട്ട് ചെയ്യുന്നത് വെർച്വൽ ഫംഗ്ഷൻസ് ആണ്. നേരത്തെ പറഞ്ഞ ഡൈനാമിക് ബൈൻഡിങ് ആയ മെസ്സേജ് പാസിംഗിനെ സപ്പോർട്ട് ചെയ്യുന്ന ഏതാണ്, വെർച്വൽ ഫംഗ്ഷൻസ് ആണ്. ഓക്കെ, കമ്മ്യൂണിക്കേറ്റ് വിത്ത് വൺ another by sending and receiving information to each other. Message for an object is a request for execution of a procedure. അതാണ് നമ്മൾ മെസ്സേജ് ഉദ്ദേശിക്കുന്നത്. എന്താ, ഒരു റിക്വസ്റ്റ് ആവും, ഏതെങ്കിലും ഒരു പ്രൊസീജിയർ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യാനുള്ള റിക്വസ്റ്റ്, അതായിരിക്കാം എന്ത് പറയുന്നത്, മെസ്സേജ് പാസിംഗ് ആവാം. തിരിച്ചെന്താവും, അത് എക്സിക്യൂട്ട് ചെയ്ത് തിരിച്ചു വരുന്നതായിരിക്കാം, അതിന്റെ റിസൾട്ട് കൊടുക്കുന്നതാണ് അതിന്റെ റിപ്ലൈ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ നമുക്ക് ഒബ്ജക്ട്സ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ദീസ് ആർ ദ 8 കോൺസെപ്റ്റ്സ് ഓഫ് ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്. ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിന്റെ 8 കോൺസെപ്റ്റ്സ് ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താന്ന് നമ്മൾ നോക്കി. ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണത്, അതൊരു യൂസർ ഡിഫൈൻ ഡാറ്റ ടൈപ്പ് ആണ്. അതും സ്ട്രക്ചർ തമ്മിൽ ഡിഫറൻസ് എന്താണെന്ന് നോക്കി. സ്ട്രക്ചറിനകത്ത് മെമ്പേഴ്സ് മാത്രമേ വരുന്നുള്ളൂ. ക്ലാസ്സിനകത്ത് ആകുമ്പോൾ എന്തുണ്ടാവും, ക്ലാസ്സിനകത്ത് ഡാറ്റ മെമ്പേഴ്സ് ഉണ്ടാവും, അത് പ്രോസസ് ചെയ്യുന്ന മെമ്പർ ഫംഗ്ഷൻസ് ഉണ്ടാവും. ഓക്കെ, ഇനി ക്ലാസ് അടുത്തത് നമുക്ക് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് നോക്കി. ക്ലാസ്സിന് പേര് കൊടുക്കണം, ബ്രേസസ് ഓപ്പൺ ചെയ്യുക, ആദ്യം ഡാറ്റ മെമ്പേഴ്സ് പറയണം, തൊട്ട് താഴെ അതിന്റെ പ്രോസസ് ചെയ്യാനുള്ള മെത്തേഡ്സ്, യൂസർ ഡിഫൈൻ ഫംഗ്ഷൻസ് ഇല്ലേ, അത് തന്നെയാണ് മെത്തേഡ്സ് പറയണം. എന്നിട്ട് ക്ലാസിന്റെ ഡെഫിനിഷൻ ക്ലോസ് ചെയ്യും, സെമിക്കോളൻ. അടുത്ത ഒബ്ജക്റ്റ് എന്നത് എന്താണ്, ഇറ്റ് ഇസ് ആൻ ഇൻസ്റ്റൻസ് ഓഫ് എ ക്ലാസ്. ഒരു ക്ലാസിന്റെ ഇൻസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒബ്ജക്റ്റ്. അതായത് ഒരു ക്ലാസിന്റെ വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നില്ല സ്ട്രക്ചറിന്റെ കേസിൽ, അതുപോലെ ക്ലാസിന്റെ ഒരു വേരിയബിൾ എന്നല്ല പറയുന്നത് ഒബ്ജക്റ്റ്. അല്ലെങ്കിൽ ഒബ്ജക്റ്റിന്റെ കളക്ഷൻ, സിമിലർ ഒബ്ജക്ട്സിന്റെ കളക്ഷൻ നമുക്ക് ക്ലാസ് എന്ന് പറയാം. ഒബ്ജക്റ്റ് ഡിഫൈൻ ചെയ്യുന്ന സിന്റാക്സ് എന്താണ്, ക്ലാസ് നെയിം സ്പേസ് ഒബ്ജക്റ്റിന്റെ പേര് പറയുക.
അടുത്ത നമ്മൾ പിന്നെ നെക്സ്റ്റ് എന്താ പറഞ്ഞ ക്ലാസ് കഴിഞ്ഞു ഒബ്ജക്റ്റീവ് കഴിഞ്ഞു. എന്താണ് എൻകാപ്സുലേഷൻ? അപ്പൊ അത് എന്താണ്? ക്ലാസ് എന്ന് പറഞ്ഞാൽ ക്ലാസ്സിനകത്ത് ഡേറ്റ മെമ്പേഴ്സ് ഉണ്ടാവും, അതിനെ പ്രോസസ് ചെയ്ത് ഫങ്ഷൻസ് ഉണ്ടാവും. അപ്പൊ ഇത് രണ്ടും കൂടി ഒറ്റ യൂണിറ്റിൽ തന്നെ ക്ലാസ്സിൽ തന്നെ വന്നുകൊണ്ട് ആ കോൺസെപ്റ്റ് ആണ് എൻകാപ്സുലേഷൻ. അതുവഴി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഡേറ്റയെ ഹൈഡ് ചെയ്യുകയാണ്. എൻകാപ്സുലേഷൻ കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ കവറിന്റെ പുറത്ത് ആ ഡേറ്റ ആക്സസ് ചെയ്യാൻ പറ്റില്ല. അതിനെ ഡേറ്റ ഹൈഡിങ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഹൈഡിങ് എന്ന് പറയും. ഓക്കെ, പിന്നെ നമ്മൾ ഇൻഹെറിറ്റൻസ് നോക്കി, പോളിമോർഫിസം നോക്കി. പോളിമോർഫിസം എന്ന് പറഞ്ഞാൽ ഒരു എന്താണ്? എബിലിറ്റി ടു എക്സിസ്റ്റ് ഇൻ മോർ ദാൻ വൺ ഫോം. അതിനുള്ള ഓപ്പറേറ്റർ ഓവർലോഡിങ് എന്താണെന്ന് നോക്കി, ഫംഗ്ഷൻ ഓവർലോഡിങ്. ഈ രണ്ട് മെത്തേഡ് വഴിയാണ് നമ്മൾ പോളിമോർഫിസം അച്ചീവ് ചെയ്യുന്നത്. അത് എന്താണെന്ന് നമ്മൾ നോക്കി. അത് ജസ്റ്റ് നമ്മൾ അതിന്റെ ബേസിക് ഐഡിയ ആണ് തന്നത്. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തേർഡ് മോഡ്യൂളിൽ പഠിക്കാനാണ്. അതിനുശേഷം നമ്മൾ എന്താ നോക്കിയത്? ഡേറ്റ അബ്സ്ട്രാക്ഷൻ എന്താണ്? എസെൻഷ്യൽ ഇൻഫർമേഷൻസ് മാത്രം പാസ് ചെയ്യുന്നു, ബാക്കി ഉള്ള ഡീറ്റെയിൽസ് നമ്മൾ ഹൈഡ് ചെയ്യുന്നത്. ആ കോൺസെപ്റ്റ്, അത് ക്ലാസ് ചെയ്യുന്ന കാര്യം, അതാണ് നമ്മൾ എന്താ പറയുന്നത്? അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഡൈനാമിക് ബൈൻഡിങ്. ഡൈനാമിക് ബൈൻഡിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാമിനകത്ത് എന്തുണ്ടാവും? ഫങ്ഷൻസ് ഉണ്ടാവും. C++ യൂസ് ഡിഫറെന്റ് ഫങ്ഷൻസ് ഒക്കെ ഉണ്ടാവും. മെയിൻ പ്രോഗ്രാം ഉണ്ട്, ഫങ്ഷൻസ് ഉണ്ട്. ഈ ഫംഗ്ഷനകത്ത് അസോസിയേറ്റിക്കുന്ന കോഡ് റൺ ചെയ്യുന്നത് വരെ നമ്മൾ ആ ഫംഗ്ഷന്റെ എപ്പോഴാണോ കോൾ ചെയ്യുന്നത് അതുവരെയും ഫംഗ്ഷൻ അറിയില്ല, പ്രോഗ്രാമിന് അറിയില്ല. എപ്പോഴാണ് നിങ്ങൾ ആ കോൾ ചെയ്യുന്നത് ആ സമയത്ത് മാത്രമേ ഈ കമ്പനിയിൽ വെച്ചിരിക്കുന്ന ഫംഗ്ഷന്റെ കോഡ് എവിടെ ആവത്തുള്ളൂ? നമ്മുടെ മെയിൻ പ്രോഗ്രാമായിട്ട് ബൈൻഡ് ആവും. അതിനാണ് ഡൈനാമിക് ബൈൻഡിങ് എന്ന് പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് മെസ്സേജ് പാസിംഗ്. നമ്മൾ പറഞ്ഞു ഇതിനകത്ത് ഒബ്ജക്ട്സ് ആണുള്ളത്. ഈ ഒബ്ജക്ട്സ് തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റും? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും ബൈ സെൻഡിങ് ആൻഡ് റിസീവിങ്. Okay, so these are 8 concepts of object-oriented programming. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ആക്സസ് സ്പെസിഫയർ. അത് നമ്മൾ നേരത്തെ ഞാനൊരു എക്സാമ്പിൾ ക്ലാസ് കാണിച്ചപ്പോൾ ഞാൻ അവിടെ ഒരു പബ്ലിക് എന്നൊരു ഇത് കണ്ടിരുന്നു അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞത് ആക്സസ് സ്പെസിഫയർ ആണ് പിന്നീട് നമ്മൾ പറയാനുള്ളത്. ആക്സസ് സ്പെസിഫയർ എന്താന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മോഡിഫൈസ് എന്താന്ന് പറഞ്ഞാൽ they are used to implement an important feature of object-oriented programming known as data hiding. Access specifiers define how the members of a class can be accessed. ക്ലാസ്സിനകത്ത് ഡിഫൈൻ ചെയ്തിരിക്കുന്ന മെമ്പേഴ്സ് എന്താവാം? അത് ഡേറ്റ ആവാം, ഫങ്ഷൻസ് ആവാം. രണ്ടും ക്ലാസിന്റെ മെമ്പേഴ്സ് ആണ്, ഡേറ്റയും ഫങ്ഷൻ. അത് എങ്ങനെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും? നമ്മൾ ആക്സസ് ചെയ്യുന്നത് ത്രൂ ഒബ്ജക്റ്റ് വഴിയാണ്. സ്ട്രക്ചറിനകത്ത് പറഞ്ഞിരിക്കുന്ന ഡേറ്റ നമ്മൾ എങ്ങനെ ആക്സസ് ചെയ്യുന്നത്? സ്ട്രക്ചർ വേരിയബിൾ വെച്ചല്ലേ? അതുപോലെ ക്ലാസ്സിനകത്ത് പറയുന്ന ഡേറ്റ മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യാൻ നമ്മൾ എങ്ങനെയാണ്? ത്രൂ ഒബ്ജക്റ്റ് ആണ്. അപ്പൊ ഒബ്ജക്റ്റ് വഴി നിങ്ങൾക്ക് ക്ലാസ്സിനകത്തുള്ള ഡേറ്റ മെമ്പേഴ്സിനെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം. ആ ആക്സസ് ചെയ്യാനുള്ള മെത്തേഡിനാണ് നമ്മളിവിടെ പറയുന്ന ആക്സസ് സ്പെസിഫയേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ 3 ആക്സസ് സ്പെസിഫയേഴ്സ് ആണുള്ളത്: പബ്ലിക്, പ്രൈവറ്റ്, പ്രൊട്ടക്ട്. ഓക്കെ, 3 ആക്സസ് 2 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. 3 ആക്സസ് സ്പെസിഫയേഴ്സ് ഏതാണെന്ന് ചോദിക്കാം: പബ്ലിക്, പ്രൈവറ്റ്, പ്രൊട്ടക്ട്. ഓക്കെ, ബൈ ഡീഫോൾട്ട് എന്താന്ന് പറഞ്ഞാൽ ക്ലാസ്സിന്റെ മെമ്പേഴ്സ് എല്ലാം പ്രൈവറ്റ് ആണ്. ശ്രദ്ധിക്കുക, ബൈ ഡീഫോൾട്ട് എന്താണ്? പ്രൈവറ്റ് ആണ്. നമ്മൾ ഒരു ആക്സസ് സ്പെസിഫയറും പറയുന്നില്ല എങ്കിൽ അത് ഡീഫോൾട്ട് എന്താണ്? പ്രൈവറ്റ് ആക്സസ് മെത്തേഡ് ആണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അത് എന്താണെന്ന് നോക്കിയ ഓരോ ആക്സസ് സ്പെസിഫയറിന്റെയും പ്രത്യേകത. പബ്ലിക് ആണെന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ ഓൾ ക്ലാസ് മെമ്പേഴ്സ് ഡിക്ലെയർഡ് അണ്ടർ പബ്ലിക് വിൽ ബി അവൈലബിൾ ടു എവരിവൺ. പബ്ലിക് ആണ് നിങ്ങൾ ആക്സസ് സ്പെസിഫയർ പറയുന്നെങ്കിൽ പബ്ലിക് ആയിട്ട് എന്തെല്ലാം നിങ്ങൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ക്ലാസ് മെമ്പേഴ്സ് എന്തൊക്കെ ഡിഫൈൻ ചെയ്തു? ക്ലാസിന്റെ മെത്തേഡ്സ് ആണോ, ക്ലാസിന്റെ ഡേറ്റ ആണോ നിങ്ങൾ പബ്ലിക് ആയിട്ട് ഡിഫൈൻ ചെയ്തെങ്കിൽ അത് നിങ്ങൾക്ക് ഔട്ട്സൈഡ്, അതായത് നിങ്ങൾ ഒബ്ജക്റ്റ് വെച്ച് നിങ്ങൾക്ക് അതിനെ ആക്സസ് ചെയ്യാൻ പറ്റും. ശ്രദ്ധിച്ച് കേൾക്കുക, നമ്മൾ ക്ലാസ്സിനകത്ത് നമുക്ക് മെമ്പേഴ്സ് ഉണ്ട്. ആ മെമ്പേഴ്സ് 2 കാറ്റഗറിയാണ്. ഒന്ന് ഡേറ്റ ഉണ്ടാവും, ഒന്ന് അത് മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഫങ്ഷൻസ് ഉണ്ടാവും. ഈ പറഞ്ഞ ഡേറ്റയും നിങ്ങൾ മെമ്പേഴ്സ്, നിങ്ങൾ ഫങ്ഷൻസ് നിങ്ങൾക്ക് പ്രൈവറ്റ് ആയിട്ടോ പബ്ലിക് ആയിട്ടോ പ്രൊട്ടക്റ്റഡ് ആയിട്ടോ നിങ്ങൾ ഡിഫൈൻ ചെയ്യും. അപ്പൊ നമ്മൾ ഒന്നും പറയുന്നില്ലെങ്കിൽ അത് ഡീഫോൾട്ട് എന്താണ്? എല്ലാം പ്രൈവറ്റ്. നിങ്ങൾ പബ്ലിക് ആയിട്ട് പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഒബ്ജക്റ്റ് വെച്ച് നിങ്ങൾക്ക് അതിനെ ആക്സസ് ചെയ്യാൻ പറ്റൂ. പബ്ലിക് ആയിട്ട് പറഞ്ഞെങ്കിൽ മാത്രമേ ഡേറ്റ മെമ്പേഴ്സിനെ നിങ്ങൾക്ക്, ഞാൻ നേരത്തെ പറഞ്ഞു ക്ലാസ്സിലെ മെമ്പേഴ്സിനെ നമുക്ക് എങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റും? ഒബ്ജക്റ്റ് വഴി മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റൂ. അങ്ങനെ ഒബ്ജക്റ്റ് വഴി ആക്സസ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം? പബ്ലിക് ഡേറ്റ മെമ്പേഴ്സ് മാത്രമേ ഒബ്ജക്റ്റ് വഴി നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, അത് പ്രൈവറ്റ് ആണെങ്കിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. അടുത്തത് മാത്രമല്ല, പബ്ലിക് മെമ്പേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രോഗ്രാമിനകത്ത് ക്ലാസിന്റെ പുറത്ത് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. പബ്ലിക് ഡേറ്റ മെമ്പേഴ്സിനെ ക്ലാസിന്റെ പുറത്ത്
ആക്സസ് ചെയ്യാം. അത് ആക്സസ് ചെയ്യണമെങ്കിൽ നമുക്ക് ക്ലാസ് ഒബ്ജക്റ്റ് വെച്ച് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റൂ. അത് ആക്സസ് ചെയ്യാൻ പറ്റും. ആക്സസ് ഓപ്പറേറ്റർ ഇവിടെ പറയുന്നത് ഡോട്ട് ആണ്. നമ്മൾ സ്ട്രക്ചർ എങ്ങനെ ആക്സസ് ചെയ്യുന്നത്? സ്ട്രക്ചർ വേരിയബിൾ നെയിം ഡോട്ട് മെമ്പർ നെയിം, അതുപോലെ ഒബ്ജക്ട് നെയിം ഡോട്ട് ഡാറ്റ മെമ്പർ പറഞ്ഞ് നമുക്ക് അതിനെ ആക്സസ് ചെയ്യാൻ പറ്റും. അത് പബ്ലിക് ആണെങ്കിൽ മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റൂ. ഇനി അതിന് ഓപ്പോസിറ്റ് ആയിട്ട് അത് പ്രൈവറ്റ് ആണെങ്കിൽ എന്താ ചെയ്യാൻ പറ്റും? അത് ഫംഗ്ഷൻ അകത്ത്, അത് ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷൻ അകത്ത് മാത്രമേ ആ മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യാൻ പറ്റൂ. അപ്പൊ ഡാറ്റ മെമ്പേഴ്സ് എന്താണ്? പ്രൈവറ്റ് ആണെങ്കിൽ ദേ ക്യാൻ ബി ആക്സസ് ഓൺലി ഇൻസൈഡ് ദ ഫംഗ്ഷൻ. ഫംഗ്ഷൻസ് ഏത് ഫംഗ്ഷനാ? ക്ലാസ്സിനകത്ത് ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷനകത്ത് മാത്രമേ ആ പ്രൈവറ്റ് ഡാറ്റ മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യാൻ. എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിന് പുറത്ത് ഒബ്ജക്റ്റ് വെച്ച് ആ ഡാറ്റ മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഡാറ്റ മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യണമെങ്കിൽ അതെന്തായിരിക്കണം? ദേ മസ്റ്റ് ബി ഡിക്ലെയർഡ് ഇൻ ദ പബ്ലിക് സെക്ഷൻ. അതായത് പബ്ലിക് ആക്സസ് സ്പെസിഫയർ ആയി ഡിഫൈൻ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ആ ഡാറ്റ മെമ്പേഴ്സിനെ പുറത്ത് നമുക്ക് ഡിഫൈൻ എടുക്കാൻ പറ്റും, പ്രോഗ്രാമിനകത്ത് എടുക്കാൻ. ഒബ്ജക്ട് പ്രൈവറ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ദേ ആർ നോട്ട് അലൗഡ് ടു ബി ആക്സസ് ഡയറക്ട്ലി ബൈ എനി ഒബ്ജക്ട് ഓർ ഫംഗ്ഷൻ ഔട്ട്സൈഡ് ദ ക്ലാസ്. ക്ലാസ്സിന് പുറത്തൊരു ഫംഗ്ഷനകത്തോ അല്ലെങ്കിൽ ഒബ്ജക്റ്റ് വെച്ച് ഡയറക്റ്റ് ആയിട്ടോ നമുക്ക് എന്ത് ആക്സസ് ചെയ്യാൻ പറ്റില്ല? ഈ പറഞ്ഞ ക്ലാസ് പ്രൈവറ്റ് ക്ലാസ് മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. അത് അതിനകത്ത് ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷനകത്ത് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റൂ. Only the member functions or the friend functions that are allowed to access the private data members of a class. ഒരു ക്ലാസിന്റെ പ്രൈവറ്റ് ഡാറ്റ മെമ്പേഴ്സിനെ എന്ത് ചെയ്യാൻ പറ്റും? മെമ്പർ ഫംഗ്ഷനും വെച്ച് മാത്രമേ, അതിനകത്ത് ഡിഫൈൻ ചെയ്തിരിക്കുന്ന മെമ്പർ ഫംഗ്ഷന് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റൂ. ഓക്കെ. ആൻഡ് ദ ലാസ്റ്റ് ആക്സസ് സ്പെസിഫയർ ഈസ് പ്രൊട്ടക്റ്റഡ്. പ്രൊട്ടക്റ്റഡ് മീനിങ് എന്താണ്? ആക്സസ് മോഡിഫയർ സിമിലർ ടു ദാറ്റ് ഓഫ് പ്രൈവറ്റ്. അതായത് ഇത് പ്രൈവറ്റ് ആക്സസ് മോഡിഫയർ പോലെ തന്നെയാണ്. പക്ഷേ പ്രൊട്ടക്റ്റഡ് എന്ന് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞു ഇൻഹെറിറ്റ് ചെയ്യാന്ന് പറഞ്ഞില്ലേ? ഇൻഹെറിറ്റ് ചെയ്യുമ്പം നമുക്ക് പ്രൈവറ്റ് മെമ്പേഴ്സ് ആണെങ്കിൽ അതൊരിക്കലും ഇൻഹെറിറ്റ് ചെയ്ത് പോകില്ല. പ്രൊട്ടക്റ്റഡ് കേസിൽ ആ മെമ്പേഴ്സ് നിങ്ങൾക്ക് ഇൻഹെറിറ്റ് ചെയ്ത് വരുന്ന പുതിയ ക്ലാസ്സിൽ ഈ പറഞ്ഞ ഡാറ്റ മെമ്പേഴ്സ് എല്ലാം ആക്സസ് ചെയ്യാൻ പറ്റും. അതാണ് പ്രൈവറ്റും പ്രൊട്ടക്റ്റും തമ്മിൽ വ്യത്യാസം. പബ്ലിക് ആണെങ്കിൽ ഇൻഹെറിറ്റ് ചെയ്ത ക്ലാസ്സിൽ അത് പബ്ലിക് ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. പക്ഷേ പ്രൊട്ടക്റ്റഡ് ആണെങ്കിൽ നിങ്ങളുടെ ബേസ് ക്ലാസ്സിൽ അത് പ്രൊട്ടക്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ ഇൻഹെറിറ്റ് ചെയ്ത് വരുന്ന പുതിയ ക്ലാസ്സിൽ ഡിറൈവ്ഡ് ക്ലാസ്സിൽ അത് പ്രൈവറ്റ് ആയിട്ട് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ. പക്ഷെ പ്രൈവറ്റ് മെമ്പേഴ്സ് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഒരു പ്രത്യേകത. 3 ആക്സസ് സ്പെസിഫയർ നമ്മൾ പറഞ്ഞു: പ്രൈവറ്റ്, പബ്ലിക്, പ്രൊട്ടക്ട്. പബ്ലിക് ആണെങ്കിൽ പ്രത്യേകത എന്താണ്? ഇറ്റ് ക്യാൻ ബി ആക്സസ് എവിടെയാണ്? എവിടെ ചെയ്യാൻ പറ്റും? ഔട്ട്സൈഡ് ദ ക്ലാസ്. നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന എവിടെ നിന്നാണ്? ഔട്ട്സൈഡ് ദ ക്ലാസ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. എങ്ങനെ? ഡയറക്റ്റ് ആയിട്ട് ഒബ്ജക്റ്റ് വെച്ച് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ. പക്ഷേ അതുപോലെ ആ പബ്ലിക് ഒരു ക്ലാസ് നമുക്ക് ആ ഒരു ഈ പറഞ്ഞൊരു ക്ലാസ് സ്റ്റുഡന്റ് എന്ന ക്ലാസ്, അതിനകത്തുള്ള ഡാറ്റ മെമ്പേഴ്സ് എല്ലാം പബ്ലിക് ആണെന്ന് വിചാരിക്കാം. സ്റ്റുഡന്റ് എന്ന ക്ലാസ്സിൽ നിന്ന് നിങ്ങളൊരു റിസൾട്ട് അല്ലെങ്കിൽ മാർക്ക് എന്നൊരു ക്ലാസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യും, ഇൻഹെറിറ്റ് ചെയ്യുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഇൻഹെറിറ്റ് പുതിയ ക്ലാസ്സിലും ഈ പറഞ്ഞ പബ്ലിക് ഡാറ്റ മെമ്പേഴ്സ് അതുപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അതാണ് പബ്ലിക്കിന്റെ പ്രത്യേകത. ഇനി പ്രൈവറ്റ് ആയിട്ടാണ് നിങ്ങൾ ഡാറ്റ മെമ്പർ സ്റ്റുഡന്റിൽ പറഞ്ഞു, മെത്തേഡ്സ് ആയിക്കോട്ടെ, എന്താണ് അത് ഡേറ്റ ആയിക്കോട്ടെ, ഇത് ഒരിക്കലും നമുക്ക് എവിടെ ആക്സസ് ചെയ്യാൻ പറ്റില്ല? നിങ്ങൾക്ക് ക്ലാസിന്റെ പുറത്ത് നിങ്ങൾക്ക് ഒബ്ജക്റ്റ് വെച്ച് ആക്സസ് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ്? ബിക്കോസ് ദേ ആർ പ്രൈവറ്റ് ഡാറ്റ മെമ്പേഴ്സ്. പ്രൈവറ്റ് ഡാറ്റ മെമ്പേഴ്സിനെ നമുക്ക് എവിടെ എടുക്കാൻ പറ്റില്ല? ഒബ്ജക്റ്റ് വെച്ച് നമുക്ക് പുറത്ത് ക്ലാസിന്റെ പുറത്ത് എടുക്കാൻ പറ്റില്ല. അതുപോലെ അതിനകത്തുള്ള ഫംഗ്ഷനകത്ത് മാത്രമേ ഈ പറഞ്ഞ ഡാറ്റ മെമ്പേഴ്സ് യൂസ് ചെയ്യാൻ പറ്റൂ. മാത്രമല്ല പ്രൈവറ്റ് മെമ്പേഴ്സിനെ ഇൻഹെറിറ്റ് ചെയ്യാനും പറ്റും. അതും ഒരു പോയിന്റ് ഓർത്തിരിക്കണം. പ്രൈവറ്റ് മെമ്പേഴ്സിനെ നമുക്ക് എവിടെയെങ്കിലും പുതിയ ഡിറൈവ്ഡ് ക്ലാസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ഇനി പ്രൊട്ടക്റ്റഡ് ആണെങ്കിലോ? പ്രൊട്ടക്റ്റഡ് ക്ലാസ് ആണെങ്കിൽ നമുക്ക് ബേസ് ക്ലാസ്സിനകത്ത് ഒരു പ്രൊട്ടക്റ്റഡ് ആക്സസ് സ്പെസിഫയർ ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ബേസ് ക്ലാസ് നിങ്ങൾ അത് നമുക്ക് ഒബ്ജക്റ്റ് വെച്ച് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഔട്ട്സൈഡ് നമുക്ക് ആക്സസ്, പക്ഷേ എന്താണ് നമുക്ക് ഈ ഒരു പ്രൊട്ടക്റ്റഡ് ക്ലാസ്സിനകത്തുള്ള മെമ്പേഴ്സ് സ്റ്റുഡന്റ് എന്ന ക്ലാസ്സിലെ ഡാറ്റ മെമ്പേഴ്സ് പ്രൊട്ടക്റ്റഡ് ആണെങ്കിൽ അത് നമ്മൾ മാർക്ക് എന്നൊരു ക്ലാസ്സിലേക്ക് സ്റ്റുഡന്റ് എന്ന ക്ലാസ്സിനെ കൊണ്ടുവരുമ്പം ഈ പ്രൊട്ടക്റ്റഡ് ഡാറ്റ മെമ്പേഴ്സ് മാർക്ക് എന്ന ക്ലാസ് എന്തായിട്ട് മാറും? പ്രൈവറ്റ് ഡാറ്റ മെമ്പേഴ്സ് ആയിട്ട് മാറും. അതൊക്കെ നമുക്ക് എക്സാമ്പിൾ വെച്ച് നോക്കാം. അപ്പൊ ഇതാണ് കോൺസെപ്റ്റ്. ഓക്കെ. അപ്പൊ നമുക്ക് അത് പറയുവാണെങ്കിൽ പബ്ലിക് മീൻസ് എവരി വൺ ഈസ് അലൗഡ് ടു ആക്സസ്. പ്രൈവറ്റ് എന്താണ്? ഓൺലി മെമ്പേഴ്സ് ഓഫ് ദ സെയിം ക്ലാസ് ആർ അലൗഡ് ടു ആക്സസ്. പ്രൊട്ടക്റ്റഡ് മീൻസ് മെമ്പേഴ്സ് ഓഫ് സബ് ക്ലാസ് ഓൾസോ അലൗഡ്. ദാറ്റ്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈവറ്റ് ആൻഡ് പ്രൊട്ടക്റ്റഡ്. ഓക്കെ. ഇത് ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യുന്ന സബ് ക്ലാസ്സിലേക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. പ്രൈവറ്റ് എവിടെയും യൂസ് ചെയ്യാൻ പറ്റില്ല. അതിനകത്തുള്ള മെത്തേഡ്സ് മാത്രമേ അത് യൂസ് ചെയ്യും. പബ്ലിക് ആണെങ്കിൽ എവിടെ വേണമെങ്കിലും അത് ആക്സസ് ചെയ്യും. ഓക്കെ. കുട്ടികളെ, C++ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിന്റെ ബേസിക് ഫിലോസഫിയും
ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റുകളെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തത്. ഒരു എക്സാമ്പിളിലേക്ക് കിടക്കുകയാണ്. എങ്ങനെയാണ് ഒരു ക്ലാസ് കൺസ്ട്രക്ട് ചെയ്യുക, ക്ലാസ്സിലെ ഡാറ്റ മെമ്പേഴ്സിനെയും മെത്തേഡ്സിനെയും എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യുക. അങ്ങനെ ഡിഫൈൻ ചെയ്ത ഒരു ക്ലാസ്സിനെ മെയിൻ പ്രോഗ്രാമിലേക്ക് ആ ക്ലാസ് നെയിം ഉപയോഗിച്ച് എങ്ങനെയാണ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയും ആ ഒബ്ജക്റ്റ് ഉപയോഗിച്ച് മെത്തേഡുകളെ എങ്ങനെയാണ് ഇൻവോക്ക് ചെയ്യുന്നത് എന്നാണ് അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കാഞ്ചന മാഡം പ്ലീസ്. ശ്രദ്ധിച്ചേ, നമ്മളൊരു എക്സാമ്പിൾ സ്റ്റുഡന്റ് എന്നൊരു ക്ലാസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുവാണ്. ഓക്കെ, സ്റ്റുഡന്റ് എന്ന ക്ലാസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുവാണ്. ആ സ്റ്റുഡന്റ് എന്ന ക്ലാസ്സിൽ എനിക്ക് മെമ്പേഴ്സ് ആയിട്ടുള്ളത് രജിസ്റ്റർ നമ്പർ, നെയിം ആൻഡ് മാർക്സ്. ഓക്കെ, അപ്പൊ ഞാൻ ഇതിന്റെ രജിസ്റ്റർ നമ്പർ, ക്യാരക്ടർ ഇങ്ങനെ പറഞ്ഞ വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തു. ഇനി നമ്മൾ ഒന്നും പറയുന്നില്ല എങ്കിൽ ഈ മെമ്പേഴ്സ് എല്ലാം ബൈ ഡീഫോൾട്ട്, ക്ലാസിന്റെ മെമ്പേഴ്സ് എല്ലാം ബൈ ഡീഫോൾട്ട് പ്രൈവറ്റ് ആണ്. ഓക്കെ, നമ്മൾ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പറയാവൂ. അപ്പൊ ഞാൻ ഡേറ്റ മെമ്പേഴ്സ് എല്ലാം പ്രൈവറ്റ് ആക്കി. ഇനി ഞാൻ മെത്തേഡ്സ്, ഈ ഡേറ്റ മെമ്പേഴ്സ് എന്താണ് ചെയ്യുന്നത്, എനിക്ക് കീബോർഡിൽ നിന്ന് ഡേറ്റ റീഡ് ചെയ്യണം, സ്റ്റുഡന്റ് രജിസ്റ്റർ നമ്പർ, നെയിമും മാർക്സ് റീഡ് ചെയ്യണം, അതുപോലെ ഇതെല്ലാം ഡീറ്റെയിൽസ് എനിക്ക് സ്ക്രീനിൽ പ്രിന്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഞാൻ രണ്ട് ഫംഗ്ഷൻ ആയിട്ട്, ഒന്ന് ഈ ഡേറ്റ ഇൻപുട്ട് ചെയ്യാനും ഒന്ന് ഡേറ്റ ഡിസ്പ്ലേ ചെയ്യാനുള്ള രണ്ട് ഫംഗ്ഷൻസ് ആണ് എഴുതാനുണ്ട്. ഇത് പ്രോസസ് ചെയ്യുന്ന രണ്ട് ഫംഗ്ഷൻ ആയിട്ട്. അപ്പൊ ഞാൻ ഇവിടെ എന്ത് കൊടുത്തു, ഇവിടെ ഞാൻ ഈ ഫംഗ്ഷൻസ് ഞാൻ പബ്ലിക് ആക്കാൻ ഉദ്ദേശിച്ചു. അപ്പൊ ഞാനിവിടെ എന്ത് കീബോർഡ് യൂസ് ചെയ്യണം, ആക്സസ് സ്പെസിഫയർ ഞാൻ പബ്ലിക് കോളൻ കൊടുത്തിട്ട് അടുത്ത ലൈനിലാണ് ഞാൻ ഫംഗ്ഷൻസ് എഴുതി തുടങ്ങുന്നത്. പബ്ലിക് കോളൻ കൊടുത്തില്ല എങ്കിൽ ഇത് എന്തായിട്ട് മാറും, ഇതെല്ലാം എന്താണ്, പ്രൈവറ്റ്. അപ്പൊ ഞാൻ പബ്ലിക് കോളൻ കൊടുത്തിട്ട് ഞാൻ ഈ മെത്തേഡ് എഴുതി തുടങ്ങും. ഇതെല്ലാം പ്രൈവറ്റ് മെമ്പേഴ്സ് ആണ്. ഇതിവിടെ ഞാൻ പബ്ലിക് കോളൻ കൊടുത്തിട്ട് ഫംഗ്ഷൻ, സാധാരണ യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ എഴുതുന്ന അതേ മെത്തേഡ് തന്നെയാണ്. റിട്ടേൺ ടൈപ്പ് ഒന്നും ഇല്ലെങ്കിൽ വോയിഡ് എന്ന് കൊടുത്തു, ഫംഗ്ഷന്റെ പേര് ഞാൻ കൊടുത്തു ഗെറ്റ് ഡേറ്റ. ഇത് ഇഷ്ടമുള്ള പേര് കൊടുക്കുക. ആർഗ്യുമെന്റ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു. ഇനി ഈ ഫംഗ്ഷൻ എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മളിവിടെ ബ്രേസസ് ഓപ്പൺ ചെയ്ത് അവിടെ വെച്ച് എഴുതും. ഇത് വേറെ രീതിയിലും എഴുതാം, അത് നമുക്ക് പിന്നെ നോക്കാം. ഇപ്പൊ തൽക്കാലം നോക്കി നമുക്ക് വോയിഡ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫംഗ്ഷന്റെ പേര് പറഞ്ഞു, ബ്രേസസ് ഓപ്പൺ ചെയ്ത് ഈ ഫംഗ്ഷൻ എന്താണ് ചെയ്യേണ്ടതെന്ന് കൊടുത്തു. ഈ ഔട്ട് എന്റെ രജിസ്റ്റർ നമ്പർ, നെയിം, മാർക്സ് ചോദിക്കണം, CN പറഞ്ഞ് ഈ പറഞ്ഞ വേരിയബിൾസ് എല്ലാം റീഡ് ചെയ്യും. കഴിഞ്ഞു. ഇനി അടുത്ത എന്താണ്, ഇത് ഡിസ്പ്ലേ ചെയ്യാൻ ഒരു ഫംഗ്ഷൻ. അപ്പൊ ഞാൻ അതും റിട്ടേൺ ടൈപ്പ് ഒന്നുമില്ല, വോയിഡ് ഡിസ്പ്ലേ എന്ന് കൊടുത്തു പേര്. എന്ത് ചെയ്യണം, ഡിസ്പ്ലേ ചെയ്യണം. ഓക്കെ, ഡിസ്പ്ലേ രജിസ്റ്റർ നമ്പർ ഡിസ്പ്ലേ ചെയ്യുന്നു, നെയിം ഡിസ്പ്ലേ ചെയ്യുന്നു, മാർക്ക് കഴിഞ്ഞു. അപ്പം വോയിഡ് ഗെറ്റ് ഡേറ്റ എന്ന് കൊടുത്ത് ഡിസ്പ്ലേ. ഇത് രണ്ടും കഴിഞ്ഞുവെങ്കിൽ ഞാൻ എന്ത് ചെയ്തു, ക്ലാസ് ക്ലോസ് ചെയ്തു. മനസ്സിലായോ? അപ്പൊ ക്ലാസ്, ഒരു സ്റ്റുഡന്റ് എന്ന ക്ലാസ് ഞാൻ പേര് കൊടുത്തു. നെക്സ്റ്റ് എന്തൊക്കെയാണ് ഡേറ്റ മെമ്പേഴ്സ് എന്തൊക്കെയാണ് വരുന്നത്, രജിസ്റ്റർ നമ്പർ ഉണ്ട്, നെയിം ഉണ്ട്, മാർക്സ്, ഇതെല്ലാം കൊടുത്തു ഡേറ്റ മെമ്പേഴ്സ് ആയിട്ട് കൊടുത്തു. ആ ഈ ഡേറ്റ മെമ്പേഴ്സിനെ പ്രോസസ് ചെയ്യണം. അതായത് കീബോർഡിന് ഈ പറഞ്ഞ സ്റ്റുഡന്റ് ഡീറ്റെയിൽ റീഡ് ചെയ്യണം, അതുപോലെ എനിക്ക് അടുത്ത എന്താണ് ഡീറ്റെയിൽസ് എനിക്ക് ഡിസ്പ്ലേ ചെയ്യണം. ഈ രണ്ട് മെത്തേഡ് വെച്ച് ഞാൻ ചെയ്തു. ഒന്ന്, ആ മെത്തേഡിന് കൊടുത്ത പേര് ഗെറ്റ് ഡേറ്റ. ഇത് ഇഷ്ടമുള്ള പേര്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം. യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ ആണ്. റിട്ടേൺ ടൈപ്പ് പറയുന്നു, ഒന്നുമില്ലെങ്കിൽ വോയിഡ് എന്ന് പറയുന്നു, ഗെറ്റ് ഡേറ്റ എന്ന പേര് കൊടുത്തു. അത് എന്ത് ചെയ്യുന്നുള്ള ഡെഫിനിഷൻ ഇവിടെ തന്നെ പറയുന്നു. അതുപോലെ അടുത്ത ഫംഗ്ഷൻ പറഞ്ഞു, ഇനി വീണ്ടും ഉണ്ടെങ്കിൽ അടുത്ത ഫംഗ്ഷൻ. അങ്ങനെ എത്ര വേണമെങ്കിലും മെത്തേഡ്സ് യൂസ് ചെയ്ത ശേഷം ഞാൻ ക്ലാസ് ക്ലോസ് ചെയ്ത് സെമിക്കോളൻ. ഓക്കെ, ഇനി എങ്ങനെയാണ് ഈ ഫംഗ്ഷൻ നമുക്ക് ഈ ക്ലാസ് നമുക്ക് കോൾ ചെയ്യാൻ പറ്റും, ശ്രദ്ധിച്ചേ. മെയിൻ പ്രോഗ്രാം ഇത് കഴിഞ്ഞുകൊണ്ട് ഞാൻ എന്ത് എഴുതുന്നു, പ്രോഗ്രാം എഴുതുന്നു. മെയിൻ പ്രോഗ്രാമിനകത്ത് ബ്രേസസ് ഓപ്പൺ ചെയ്തിട്ട് മെയിൻ പ്രോഗ്രാമിനകത്ത് ആദ്യം എന്ത് ചെയ്യുന്നു, ക്ലാസിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ക്ലാസ് ഒബ്ജക്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത്, ക്ലാസ് നെയിം സ്പേസ് ഒബ്ജക്റ്റിന്റെ പേര്. ഫസ്റ്റ് ക്ലാസിന്റെ പേര് സ്റ്റുഡന്റ്, അത് ഇവിടെ സ്റ്റുഡന്റ് എന്ന് കൊടുത്തു. ഒബ്ജക്റ്റിന്റെ പേര് ഇഷ്ടമുള്ള വേരിയബിൾ ഇല്ലേ, അത് തന്നെ വേരിയബിൾ നെയിം കൊടുക്കുന്ന പോലെ തന്നെ അവിടെ പറഞ്ഞു. ഇവിടെ വേരിയബിൾ എന്ന് പറഞ്ഞു, ഇവിടെ പറഞ്ഞ S1 എന്ന ഒബ്ജക്റ്റ്. ഇനി ഒബ്ജക്റ്റ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഇവിടുത്തെ ഡേറ്റ എടുക്കണം. ഇനി S1, അപ്പൊ ഇവിടുത്തെ മെത്തേഡ്സ് ആണ് നമ്മൾ കോൾ ചെയ്യുന്നത്. S1 ഡോട്ട് എന്ത് പറഞ്ഞു, ഗെറ്റ് ഡേറ്റ. അപ്പൊ എനിക്ക് എന്ത് പറയാം, എനിക്ക് കീബോർഡ്, അപ്പൊ S1 ഡോട്ട് ഗെറ്റ് ഡേറ്റ എന്ന് വിളിക്കുമ്പോൾ ഓട്ടോമാറ്റിക് കൺട്രോൾ എങ്ങോട്ട് പോകും, ക്ലാസ്സിനകത്തേക്ക് വരും. അതിനകത്ത് ഗെറ്റ് ഡേറ്റ ഡിഫൈൻ ചെയ്ത പ്ലേസിൽ വരും. അവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്, എന്റെ രജിസ്റ്റർ നമ്പർ, നെയിം ആൻഡ് മാർക്സ്. സ്ക്രീനിൽ എന്റെ രജിസ്റ്റർ നമ്പർ, നെയിം ആൻഡ് മാർക്സ് വരും. CN രജിസ്റ്റർ നമ്പർ, നെയിം. വീണ്ടും നിങ്ങൾ കീബോർഡ് വഴി രജിസ്റ്റർ നമ്പർ റീഡ് ചെയ്യുന്നു, അത് രജിസ്റ്റർ നമ്പർ എന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്യുന്നു. നെയിം റീഡ് ചെയ്യുന്നു, അത് നെയിം എന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്യുന്നു. മാർക്സ് റീഡ് ചെയ്യുന്നു, അത് മാർക്സ് എന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്ത് നിങ്ങൾ എന്ത് ചെയ്തു, ഇത് കഴിയുമ്പോൾ ഇതിന്റെ ബ്രേസസ് ക്ലോസ് ചെയ്ത് കാണുമ്പോൾ തിരിച്ച് കോൾ ചെയ്ത് അടുത്തേക്ക്. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, അടുത്ത് S1 ഡോട്ട് ഡിസ്പ്ലേ. ഉടനെ ഡിസ്പ്ലേ പ്ലേസിലേക്ക് പോകും. അവിടെ എന്താ പറയുക, രജിസ്റ്റർ നമ്പർ ഈസ്, ആ വേരിയബിൾ ഡേറ്റ ഡിസ്പ്ലേ ചെയ്യുന്നു. നെയിം ഈസ്, നെയിം ഡിസ്പ്ലേ ചെയ്യുന്നു. മാർക്സ് പറയുകയാണെങ്കിൽ മാർക്സ് ഡിസ്പ്ലേ. എന്നിട്ട് ബ്രേസസ് ക്ലോസ് ചെയ്ത് തിരിച്ചു വരും. മെയിൻ പ്രോഗ്രാം.
ഓക്കെ, ഒബ്ജക്റ്റ് വെച്ച് ഇത് ആക്സസ് ചെയ്യാൻ പറ്റി. ഈ ഒബ്ജക്റ്റ് വെച്ച് ഈ പറഞ്ഞ മെത്തേഡ്സിനെ ആക്സസ് ചെയ്യാൻ പറ്റിയത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇത് പബ്ലിക് ആയതുകൊണ്ടാണ്. സപ്പോസ് ഞാൻ ഇവിടെ പബ്ലിക് കോളൻ കൊടുത്തില്ലായിരുന്നുവെങ്കിൽ s1.getData പറഞ്ഞാൽ എറർ വരും. എന്തുകൊണ്ട്? they are private members. Private members cannot be accessed through an object. ഒബ്ജക്റ്റ് വഴി പ്രൈവറ്റ് മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ക്ലാസ് എഴുതുമ്പം ശ്രദ്ധിക്കേണ്ടത് മെമ്പേഴ്സ്, അതായത് മെത്തേഡ്സ്, മെമ്പർ ഫങ്ഷൻസ്, മെത്തേഡ്സ് എപ്പോഴും പബ്ലിക് ആയിട്ട് വേണം ഡിഫൈൻ ചെയ്യാൻ. അതർവൈസ് യു കനോട്ട് ആക്സസ് ദീസ് മെത്തേഡ്സ് യൂസിങ് ആൻ ഒബ്ജക്ട്. ഓക്കെ, അപ്പൊ ഒബ്ജക്റ്റ് വെച്ചാണ് നമുക്ക് ഇത് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ മെത്തേഡിൽ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഞാനിവിടെ പബ്ലിക് പറഞ്ഞില്ല എങ്കിൽ s1.getData എന്ന് പറഞ്ഞാലോ s1 ഡിസ്പ്ലേ പറഞ്ഞാൽ എറർ വരെയുള്ളൂ, ഈ പറഞ്ഞ ഒന്നും വർക്ക് ചെയ്യും. അപ്പൊ ഈ മെത്തേഡ്സ് വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ എപ്പോഴും എന്ത് തന്നെ ആയിരിക്കണം, ഇത് പബ്ലിക് ആയിരിക്കണം. പബ്ലിക് എന്ന സെക്ഷൻ പറഞ്ഞിട്ടായിരിക്കണം മെത്തേഡ്. ഇനി s1.register നമ്പർ എന്നോ s1.name എന്നോ s1.marks എന്നോ പറഞ്ഞാലും എറർ വരും. ബിക്കോസ് എന്താണ്, ഇതെല്ലാം പ്രൈവറ്റ് ആണ്. ഇനി ഇത് ഈ പബ്ലിക് എന്ന കോളൻ, പബ്ലിക് കോളൻ എന്ന ഈ ലൈൻ ഞാൻ ഇന്റ് രജിസ്റ്റർ നമ്പർ തൊട്ട് മുമ്പായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം എന്തായിട്ട് മാറും? രജിസ്റ്റർ നമ്പർ, നെയിം, മാർക്സ്, ഗെറ്റ് ഡേറ്റ, ഡിസ്പ്ലേ, ഇതെല്ലാം എന്തായിട്ട് വരും? പബ്ലിക് ആയിട്ട് വരും. അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്ക് s1.register നമ്പർ പറയാം, s1.name പ്രിന്റ് ചെയ്യാൻ പറയാം, s1.marks എന്ന് ഇവിടെ കൊടുക്കാൻ പറ്റും. ഈ മെയിൻ അകത്ത് ആക്സസ് ചെയ്യാൻ പറ്റും, ഒബ്ജക്റ്റ് വെച്ച് ആക്സസ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് നിർബന്ധമില്ല, അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കാം. നോർമലി ഡേറ്റ മെമ്പേഴ്സ് നമ്മൾ പ്രൈവറ്റ് ആയിട്ട് കൊടുക്കുന്നു, മെത്തേഡ്സ് എന്തായിട്ട് കൊടുക്കും? നമ്മൾ പബ്ലിക് ആയിട്ട് കൊടുക്കുന്നു. ആവശ്യമെങ്കിൽ മാത്രമേ ഡേറ്റ മെമ്പേഴ്സ് പബ്ലിക് ആക്കും. ബൈ ഡിഫോൾട്ട് എന്താ, ക്ലാസ് മെമ്പേഴ്സ് അല്ല, അത് മെമ്പർ ഫംഗ്ഷൻ ആയിക്കോട്ടെ ഡേറ്റ ആയിക്കോട്ടെ അതെല്ലാം പ്രൈവറ്റ് ആണ്. നമുക്ക് എപ്പോഴും മെത്തേഡ്സ് എന്താകണം? പബ്ലിക് ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഒബ്ജക്റ്റ് റിസൾട്ടിനെ ആക്സസ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോ. നെക്സ്റ്റ്, അറേ ഓഫ് ഒബ്ജക്റ്റ്. അറേ ഓഫ് ഒബ്ജക്റ്റ് എന്താന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ശ്രദ്ധിച്ചു നോക്കി. ഇവിടെ നോക്കി, ഇവിടെ ഒബ്ജക്റ്റ് നമ്മൾ s1 എന്ന ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഒരു സ്റ്റുഡന്റിന്റെ കേസാണ്. എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഒരു സ്റ്റുഡന്റിന്റെ ഡീറ്റെയിൽ റീഡ് ചെയ്യുന്നു, അയാളുടെ ഡീറ്റെയിൽ നിങ്ങൾ ഡിസ്പ്ലേ ചെയ്യുന്നു. വീണ്ടും വേണമെങ്കിൽ എന്താ, നിങ്ങൾ കോമ അടുത്തൊരു ഒബ്ജക്റ്റ് പറയും. ഇപ്പൊ 10 സ്റ്റുഡൻസ് വേണമെങ്കിൽ നിങ്ങൾ എന്ത് കൊടുക്കും? s1, s2, s3, s9, s10 വരെ വേരിയബിൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഓരോന്നും s1.getData, s1, s2.get, അങ്ങനെ 10 പേരെ ഡീറ്റെയിൽസ് ഗെറ്റ് ചെയ്യണം. അത്രയും നമ്മൾ എന്താണ് ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അതിന് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അറേ ഓഫ് ഒബ്ജക്റ്റ്. അറേ എന്ന് എന്താ? കളക്ഷൻ ആണ്, കളക്ഷൻ ഓഫ് ഡേറ്റയാണ്, സിമിലർ ഡേറ്റ. അപ്പൊ ഇവിടെ കളക്ഷൻ ഓഫ് സിമിലർ ഒബ്ജക്ട്, അറേ ഓഫ് ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ സിമിലർ ഒബ്ജക്ട്സ്. അപ്പൊ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം? ഇൻസ്റ്റെഡ് ഓഫ് സിംഗിൾ ഒബ്ജക്റ്റ് പറയുന്നത് വരും ബ്രാക്കറ്റ്. അറേ എന്താണ്? അറേനെയും കഴിഞ്ഞ് സ്ക്വയർ ബ്രാക്കറ്റ് സൈസ് പറയണ്ടേ? അതുപോലെ ഇവിടെ ഒബ്ജക്റ്റിന്റെ പേര് പറയാ, സ്ക്വയർ ബ്രാക്കറ്റിൽ സൈസ്. അപ്പൊ സ്റ്റുഡന്റ് s1 എന്ന് പറഞ്ഞാൽ അത് സിംഗിൾ ഒബ്ജക്റ്റ് ആണ്. s1 of 10 പറഞ്ഞാലോ അറേ ഓഫ് ഒബ്ജക്ട്സ് ആണ്. s1 of 10 എന്ന് പറഞ്ഞാൽ 10 ഒബ്ജക്ട്സ് വരികയാണ്. അതിന്റെ ടോട്ടൽ പേര് എന്താണ്? s1 ആണ്. അറേയുടെ അതേ കോൺസെപ്റ്റ് അല്ല, ഇത് അറേയുടെ പേര് s1 ആണ്. പിന്നെ ബ്രാക്കറ്റിനകത്ത് എന്താണ്? എത്ര സൈസ്, എത്ര ഒബ്ജക്ട്സ് ഉണ്ട്? 10. ഓക്കെ, അതിനെ ആക്സസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം? അറേയുടെ എങ്ങനെ ആക്സസ് ചെയ്യുന്നത്? ഒബ്ജക്റ്റിന്റെ പേര് s1, സ്ക്വയർ ബ്രാക്കറ്റിൽ ഇൻഡെക്സ്, ഡോട്ട് മെമ്പറിന്റെ ഫംഗ്ഷൻ. ഇവിടെ ഇൻഡെക്സും കൂടി പറയണം. എന്തുകൊണ്ടാ? അറേ ആണ്. അപ്പൊ എന്താണ് ഇൻഡെക്സ്? എന്തായിരിക്കും? ആദ്യത്തെ ആളുടെ ആണെങ്കിൽ 0, രണ്ടാമത്തെ ആണെങ്കിൽ 1. മനസ്സിലായി? അപ്പം നമ്മൾ ആദ്യത്തെ ആക്സസ് ചെയ്യുന്ന s1 of 0.getData, s1 of 0.display. അപ്പൊ ആദ്യത്തെ ആളുടെ ഡീറ്റെയിൽ ഗെറ്റ് ചെയ്യുന്നു, അയാളുടെ ഡിസ്പ്ലേ ചെയ്യുന്നു. ഓക്കെ, ക്ലാസ് ഡെഫിനിഷൻസ് ബാക്കി എല്ലാം സെയിമാ. ചേഞ്ചസ് വരുന്ന എവിടെ മാത്രം? ഒബ്ജക്റ്റ് ഡിക്ലെയർ ചെയ്യുന്ന സ്ഥലത്ത് മാത്രം നമ്മൾ ഇത് കൊടുക്കും. സെയിം പ്രോഗ്രാമിന്റെ നോക്കിയേ, സെയിം പ്രോഗ്രാം തന്നെ. ഇവിടുത്തെ ഈ സ്റ്റുഡന്റ്, സപ്പോസ് ഈ പ്രോഗ്രാം നമുക്ക് 10 പേർക്ക് വർക്ക് ചെയ്യണമായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു? ഇവിടെ എന്ത് ഡിക്ലെയർ ചെയ്യണം? s1 of 10 പറയണം അല്ലേ? അറേ ആകുമ്പോൾ നമുക്ക് 10 പേരെ റീഡ് ചെയ്യുന്ന നമുക്കൊരു ഫോറിൽ ഇവിടെ സെറ്റ് ചെയ്യാം. 4 i is equal to 0 to 0, i less than 10, i plus plus. എന്നിട്ട് എന്ത് കൊടുക്കാം? s1 of i dot get data. അല്ല, ഗെറ്റ് ഡേറ്റ മൊത്തത്തിൽ കഴിഞ്ഞ അടുത്ത ലൂപ്പിനകത്ത് നമുക്ക് ഡിസ്പ്ലേ കൊടുത്താൽ മതി. ഒരുമിച്ച് ഡിസ്പ്ലേ റീഡ് ചെയ്ത് ഒരുമിച്ച് നമുക്ക് ഡിസ്പ്ലേ ചെയ്യിക്കാൻ പറ്റും. അപ്പൊ അതാണ് അറേ ഓഫ് ഒബ്ജക്റ്റിന്റെ പ്രത്യേകത. ഇതാകുമ്പോൾ ഒരു ഇൻഡിവിജ്വൽ ആണ്. ഇങ്ങനെയാണ് ഡിസ്പ്ലേ. ഈ ഡിസ്പ്ലേ ഇതിന്റെ കൂടെ നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ അത് അടുത്ത ലൂപ്പിൽ കൊടുക്കും. ഇവിടെ s1 of i dot get data ആകുമ്പോൾ മൊത്തത്തിൽ ആദ്യം ഐയുടെ വാല്യൂ 0, i less than 10 അതെ.
അപ്പൊ ആദ്യത്തെ ആളുടെ ഡീറ്റെയിൽ എടുക്കും. ഇത് നിങ്ങൾ ഇപ്പൊ ഇവിടെ കൊടുക്കണ്ട. നിങ്ങൾ എന്നിട്ട് എന്ത് ചെയ്യുന്നു? പിന്നെ അടുത്തത് ആളുടെ റീഡ് ചെയ്യുന്നു. അങ്ങനെ 10 പേരെ റീഡ് ചെയ്തു. അടുത്ത ഫോർ ലൂപ്പ് എന്ത് കൊടുക്കാം? ഫോർ i is equal to 0, i less than 10 plus i എന്ന് കൊടുത്താൽ ഇത് നേരത്തെ എഴുതിയതിന് അതേപോലെ വെച്ച് എഴുതിയെന്നേ ഉള്ളൂ. നിങ്ങൾ അടുത്തതിനകത്ത് എന്ത് കൊടുത്താൽ മതി? s1 of i dot display. അപ്പൊ 10 പേരുടെ ഒരുമിച്ച് ഡിസ്പ്ലേ ചെയ്തു. ഓക്കെ, ഇത് ഒരാളുടെ ഡിസ്പ്ലേ ഗെറ്റ് ചെയ്യുന്നു, അപ്പോഴേ ഡിസ്പ്ലേ ചെയ്യുന്നു. അങ്ങനെ വേണ്ട. ഈ മെത്തേഡിനെക്കാട്ട് കുറച്ചും കൂടി നല്ലത് ഡിസ്പ്ലേ നിങ്ങൾ അടുത്ത ലൂപ്പിലേക്ക് ആക്കും. അടുത്ത ഫോർ ലൂപ്പിലാണെങ്കിൽ ഒരുമിച്ച് 10 പേരുടെ ഗെറ്റ് ചെയ്യുന്നു, അടുത്ത ഒരുമിച്ച് നിങ്ങൾ 10 പേരുടെ ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് വൺ വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് ഇൻഫർമേഷൻ ഹൈഡ്. നമ്മൾ നേരത്തെ എവിടെയോ പറഞ്ഞത് കേട്ടിട്ടുണ്ട് അല്ലേ? എവിടെ ഏത് പാർട്ടായിട്ട് നമ്മൾ പറഞ്ഞു? എൻക്യാപ്സുലേഷന്റെ പാർട്ട്. എന്താ ഇൻഫർമേഷൻ ഹൈഡിങ്? ഇൻസുലേഷൻ ഓഫ് ഡേറ്റ ഫ്രം ദ ഔട്ട്സൈഡ് വേൾഡിൽ നിന്ന് ഡേറ്റ ഇൻസുലേറ്റ് ചെയ്ത് വെക്കുക, ഹൈഡ് ചെയ്ത് വെക്കുക. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഫർമേഷൻ ഹൈഡിങ്. അതൊരു ഇമ്പോർട്ടന്റ് പ്രിൻസിപ്പിൾ ഓഫ് ഊപ്സ് ആണ്. ഊപ്സിന്റെ ഒരു ഇമ്പോർട്ടന്റ് പ്രിൻസിപ്പിൾ ആണ്. അതായത് ഇൻഫർമേഷൻ എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റില്ല. ആർക്കാണ് പറഞ്ഞത്? അവർക്ക് മാത്രമേ അത് ആക്സസ് ചെയ്യാൻ. ആരാണ് അതിന്റെ ഓണർ, അയാൾക്ക് മാത്രമേ ആ ഡേറ്റ ആക്സസ് ചെയ്യാൻ പറ്റൂ. അതാണ് ഇൻഫർമേഷൻ ഹൈഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. By information hiding, we mean showing only those details to the outside world which are necessary for the outside world. എന്താണോ ഔട്ട്സൈഡ് വേൾഡിന് ആവശ്യം അത് മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. ബാക്കി ഇൻഫർമേഷൻ ഹൈഡ് ചെയ്ത് വെക്കുന്നു. അതിനെ എന്ത് പറയുന്നത്? ഇൻഫർമേഷൻ ഹൈഡിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് അച്ചീവ്ഡ് using the following principles. എന്താണ്? All information related to an object is stored within the object. എന്തൊക്കെ ഇൻഫർമേഷൻ ഒബ്ജക്ട് റിലേറ്റഡ് അത് ഒബ്ജക്റ്റ് തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ക്ലാസ് പറയുന്നില്ലേ, ക്ലാസിന്റെ ഒരു ഇൻസ്റ്റൻസ് ആണ് ഒബ്ജക്റ്റ്. അപ്പൊ ക്ലാസ്സിനകത്ത് പറയാം എന്തൊക്കെ ഡേറ്റ വേണം, അത് അതിനകത്ത് തന്നെ നമ്മൾ കൊടുക്കുന്നു. ഡേറ്റ മെമ്പേഴ്സ് എല്ലാം അവിടെ തന്നെ ഡിഫൈൻ ചെയ്യും. അത് പ്രോസസ് ചെയ്യാനുള്ള ഫംഗ്ഷൻസ് അവിടെ തന്നെ പറയുന്നു. ഓക്കെ, ഇത് ഔട്ട്സൈഡ് വേൾഡിൽ നിന്ന് ഹിഡൻ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് പ്രൈവറ്റ് ആണ് ഇതെല്ലാം. പ്രൈവറ്റ് പബ്ലിക് ആക്കുമ്പോഴേ ഇത് ഔട്ട്സൈഡ് വേൾഡിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ആവശ്യമുള്ളത് മാത്രമേ നമ്മൾ ഔട്ട്സൈഡ് വേൾഡിൽ കൊടുക്കുന്നു. മെത്തേഡ്സ് മാത്രമേ നമുക്ക് ആക്സസ് ചെയ്താൽ മതി എങ്കിൽ അത് മാത്രമേ പബ്ലിക് ആയിട്ട് കൊടുക്കുന്നുള്ളൂ. ബാക്കി എന്താണ് ഹൈഡ് ചെയ്ത് വെക്കുന്നത്? ഡേറ്റ മെമ്പേഴ്സ്. അത് ഔട്ട്സൈഡിൽ കൊടുക്കണ്ട എങ്കിൽ നമ്മളത് ഹൈഡ് ചെയ്ത് പ്രൈവറ്റ് ആയിട്ട് തന്നെ വെക്കും. ഓക്കെ, ഇറ്റ് ക്യാൻ ഓൺലി ബി മാനിപ്പുലേറ്റഡ് ബൈ ദ ഒബ്ജക്റ്റീവ്. അതിനെ എന്തുകൊണ്ട് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റൂ? ഒബ്ജക്റ്റ് വഴി മാത്രമേ അതിനെ ആക്സസ് ചെയ്യാൻ പറ്റൂ. ഇനി എന്താണ് ഇൻഫർമേഷൻ ഹൈഡിങ്ങിന്റെ അഡ്വാൻറ്റേജസ്? ഇറ്റ് സിംപ്ലിഫൈസ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് മോഡൽ. It is a barrier against change propagation. We can achieve information hiding using encapsulation and data abstraction. ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻഫർമേഷൻ ഹൈഡിങ് അച്ചീവ് ചെയ്യാൻ പറ്റും. ഇനി എൻക്യാപ്സുലേഷൻ ഇൻഫർമേഷൻ ഹൈഡിങ് എന്ന് പറയുന്നത് രണ്ട് റിലേറ്റഡ് കോൺസെപ്റ്റ്സ് ആണ് അല്ലെ? എൻക്യാപ്സുലേഷൻ എന്ത് സപ്പോർട്ട് ചെയ്യുന്ന? ഇൻഫർമേഷൻ ഹൈഡിങ്. എങ്ങനെയാണ്? ഈ പറഞ്ഞിരിക്കുന്ന ഡേറ്റ ഒരു സിംഗിൾ യൂണിറ്റിനകത്ത് തന്നെ ഡേറ്റയും അത് പ്രോസസ് ചെയ്യുന്ന ഫംഗ്ഷനെയും എന്ത് ചെയ്യുന്നുണ്ട്? റാപ്പ് ചെയ്ത് വെച്ചുകൊണ്ട് ബൈൻഡ് ചെയ്ത് വെച്ചുകൊണ്ട് സിംഗിൾ യൂണിറ്റ് കൊണ്ടുവരുന്നതിനാണ് എൻക്യാപ്സുലേഷൻ പറയുന്നത്. അതുവഴി അത് ഇൻഫർമേഷൻ ഹൈഡിങ്ങിനെ സപ്പോർട്ട് ചെയ്യും. മാത്രമല്ല നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ആക്സസ് സ്പെസിഫയേഴ്സ് പറയുന്നുണ്ട്. പബ്ലിക്, പ്രൈവറ്റ്. പ്രൈവറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? എല്ലാ മെമ്പേഴ്സും എന്താണ് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കും, ഒന്നും ഔട്ട്സൈഡ് വേൾഡിലേക്ക് എത്തില്ല. ഇനി പബ്ലിക് ആക്കുമ്പോൾ എന്താണ്? നിങ്ങൾക്ക് ആവശ്യമുള്ള ആ ക്ലാസ്സിനകത്ത് നിങ്ങൾ ഏത് ഡേറ്റ ഏത് മെമ്പറിനെയാണ് നിങ്ങൾക്ക് ഔട്ട്സൈഡ് വേൾഡിൽ എടുക്കാനുള്ളത് അതിനെ നമ്മൾ പബ്ലിക് ആക്കും. ഓക്കെ, നോർമലി മെത്തേഡ്സിനാണ് നമ്മൾ പബ്ലിക് ആയിട്ട് കൊടുക്കുന്നത്. പ്രൊട്ടക്റ്റഡ് ആണെങ്കിൽ എന്താണ്? അത് ഒബ്ജക്റ്റ് എടുക്കാൻ പറ്റും, പക്ഷെ നമുക്ക് എന്താണ് അത് ഡിറൈവ്ഡ് ക്ലാസ്സിൽ വരുമ്പോൾ അത് പ്രൈവറ്റ് ആയിട്ട് മാറും. ഇതാണ് പ്രൊട്ടക്റ്റഡിന്റെ. ഇതാണ് മൂന്നും നമ്മുടെ ആക്സസ് സ്പെസിഫയേഴ്സിനെ കുറിച്ച് പറയാം. ഓക്കെ, അപ്പൊ മനസ്സിലായോ നമ്മുടെ ഇൻഫർമേഷൻ ഹൈഡിങ് എന്താണ്? നമ്മുടെ array of objects. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ വളരെ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞത്. എന്താണ് ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്? അതിന്റെ 8 കോൺസെപ്റ്റ്സ് നമ്മൾ നോക്കി. ക്ലാസ് എന്താണ്, ഒബ്ജക്റ്റ് എന്താണ്, എന്താണ് ഡേറ്റ എൻക്യാപ്സുലേഷൻ, എന്താണ് ഡേറ്റ അബ്സ്ട്രാക്ഷൻ, എന്താണ് പോളിമോർഫിസം, എന്താണ് ഇൻഹെറിറ്റൻസ്, എന്താണ് ഡൈനാമിക് ബൈൻഡിങ്, എന്താണ് മെസ്സേജ് പാസിംഗ്. ഇനി എങ്ങനെയാണ് ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, അതിന്റെ സിന്റാക്സ് നമ്മൾ നോക്കി, ഒരു എക്സാമ്പിൾ നോക്കി. ഇനി ഒബ്ജക്റ്റ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യേണ്ടത് നോക്കി. അത് വെച്ച് നമ്മളൊരു എക്സാമ്പിൾ നോക്കി അല്ലേ? ഇനി എന്താണ് നമ്മൾ എന്ത് നോക്കിയത്? ഈ ഓപ്പറേറ്റർ ഓവർലോഡിങ് എന്താണ്, അത് പോളിമോർഫിക് അച്ചീവ് ചെയ്യുന്ന ഏതെല്ലാം രീതിയിലാണ്, ഫംഗ്ഷൻ ഓവർലോഡിങ് എന്താണെന്ന് നോക്കി.
പിന്നെ array of objects. ഒരു സാമ്പിൾ നമ്മൾ സ്റ്റുഡന്റ് എന്ന ക്ലാസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന നോക്കി, അതിന്റെ ഒബ്ജക്റ്റ് എന്താണെന്ന് നോക്കി, അവിടെ എങ്ങനെയാണ് ഈ ആക്സസ് സ്പെസിഫയർ, അതായത് പ്രൈവറ്റ്, പ്രൊട്ടക്റ്റഡ് ആൻഡ് പബ്ലിക് 3 ആക്സസ് സ്പെസിഫയർ ഉണ്ട്. അതിന്റെ യൂസേജ് എങ്ങനെയാണെന്ന് നോക്കി, പ്രൈവറ്റ് ആണെങ്കിൽ അതിന്റെ പ്രത്യേകത എന്താണ്, പബ്ലിക് ആണെങ്കിൽ പ്രത്യേകത എന്താണ്, പ്രൊട്ടക്റ്റഡ് ആണെങ്കിലുള്ള പ്രത്യേകത എന്താണ്, ഇതെല്ലാം നമ്മൾ നോക്കി. അപ്പൊ ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന എപ്പോഴും മെയിൻ അകത്തായിരിക്കും. ഇനി array of object എന്ന് പറഞ്ഞാൽ എന്താണ്, സിംഗിൾ ഒബ്ജക്റ്റ് ആണെങ്കിൽ ഒരാളുടെ ഡീറ്റെയിൽ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഒരു ക്ലാസ് ആയിട്ട് മാത്രം നമ്മൾ ഒരു ഒബ്ജക്റ്റ് വർക്ക് ചെയ്യുന്നുള്ളൂ. നമുക്കൊരു കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് വേണമെങ്കിൽ അത് array ആയിട്ട് ഡിക്ലെയർ ചെയ്യണം. അതിന്റെ സിന്റാക്സ് ക്ലാസ് നെയിം, ഒബ്ജക്ട് നെയിം, സ്ക്വയർ ബ്രാക്കറ്റിൽ സൈസ് പറയണം. അപ്പൊ ബാക്കി നമ്മൾ array എങ്ങനെ എലമെന്റ് ആക്സസ് ചെയ്യുന്ന അതുപോലെ ഇൻഡെക്സ് വെച്ച് തന്നെ ആക്സസ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഇൻഡെക്സ് എപ്പോഴും 0 തന്നെ ആയിരിക്കും. അത് ഫസ്റ്റ് ഒബ്ജക്റ്റിനെ ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, എക്സാമ്പിൾ 10 ഒബ്ജക്ട്സ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഒബ്ജക്റ്റിന് ഇൻഡെക്സ് 0, ലാസ്റ്റ് ഒബ്ജക്ട് എന്തായിരിക്കും 9 ആയിരിക്കും. ഓക്കെ, ഇനി എന്താണ് ഇൻഫർമേഷൻ ഹൈഡിങ് എന്ന് നോക്കി, അതെങ്ങനെ അച്ചീവ് ചെയ്യുന്നു നോക്കി. ഓക്കെ, ഇത്രയുമാണ് ഇവിടുത്തെ. ഇനി നമുക്ക് ഈ പറഞ്ഞ സെക്ഷനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, ഓക്കെ, അപ്പൊ നമ്മള് തിയറി ഭാഗങ്ങളൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തു. സാമ്പിൾ പ്രോഗ്രാമുകളും ഒബ്ജക്റ്റ് ക്രിയേഷനും അറേ ഓഫ് ഒബ്ജക്ട്സ് എല്ലാം ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളിലെ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ചർച്ച ചെയ്യുന്നത്. പാർട്ട് എയിലെ ഒന്നാമത്തെ ചോദ്യം 2 മാർക്കിന്റെ ചോദ്യമാണ്, ഡിഫൈൻ ഇൻഹെറിറ്റൻസ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ചോദ്യം, ലിസ്റ്റ് എനി 2 പ്രോപ്പർട്ടീസ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്. അതായത് ഇൻഹെറിറ്റൻസ്, ഒരു മിനിറ്റ്, ഇൻഹെറിറ്റൻസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. എന്താണ് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാല്, ഒരു ക്ലാസിന്റെ പ്രോപ്പർട്ടീസിനെ വേറൊരു ക്ലാസ് ഡിറൈവ് ചെയ്ത് എടുക്കുന്നതിനാണ് എന്ത് പറയുന്നത്, ഇൻഹെറിറ്റൻസ്. എന്നിട്ട് അതിന്റെ കൂടെ എഴുതണം, അങ്ങനെ ഇൻഹെറിറ്റ് ചെയ്ത് വരുന്ന ക്ലാസ്സിനെ നമ്മൾ ഡിറൈവ്ഡ് ക്ലാസ് അല്ലെങ്കിൽ സബ് ക്ലാസ് എന്ന് പറയും, അല്ലെങ്കിൽ ചൈൽഡ് ക്ലാസ്. ഏത് ഇതിനകത്താണ് ഇൻഹെറിറ്റ് ചെയ്ത് വന്നത് ആ ക്ലാസ്സിനെ പേരന്റ് ക്ലാസ് അല്ലെങ്കിൽ ബേസ് ക്ലാസ്. രണ്ടാമത്തെ ചോദ്യം, ലിസ്റ്റ് എനി 2 പ്രോപ്പർട്ടീസ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്. നമ്മൾ 8 എണ്ണം പഠിച്ചല്ലോ, ആ 8 എണ്ണത്തിനകത്ത് ഏതെങ്കിലും 2 പ്രോപ്പർട്ടീസ് എഴുതുക. ക്ലാസ്, ഒബ്ജക്റ്റ്, എൻകാപ്സുലേഷൻ, അബ്സ്ട്രാക്ഷൻ എന്നൊക്കെ പഠിച്ചില്ലേ, അതിന് ഏതെങ്കിലും 2 എണ്ണം പറയുന്നത്. മൂന്നാമത്തെ ചോദ്യം, ഡിഫൈൻ എൻകാപ്സുലേഷൻ. എന്തെന്ന് പറയുന്നത്, റാപ്പിംഗ് ഓഫ് ഡേറ്റ ആൻഡ് ഫങ്ഷൻസ് ഇൻടു എ സിംഗിൾ യൂണിറ്റ്. അതായത് ക്ലാസ് എന്ന സിംഗിൾ യൂണിറ്റിലേക്ക് ഡേറ്റയും മെമ്പർ ഫംഗ്ഷനെയും റാപ്പ് ചെയ്ത് വരുന്നതിനെ, ബൈൻഡ് ചെയ്ത് വരുന്നതിനെ കോൺസെപ്റ്റിനാണ് എൻകാപ്സുലേഷൻ എന്ന് പറയുന്നത്. ക്യാപ്സൂൾ ആക്കി മാറ്റുക. അതെ അതെ. നാലാമത്തെ ചോദ്യം, ഡിഫറൻഷിയേറ്റ് ക്ലാസ് ആൻഡ് ഒബ്ജക്റ്റ്. 2 മാർക്കിന്റെ ചോദ്യമാണ്. അപ്പൊ ഒരൊറ്റ സെന്റൻസ് ഉപയോഗിച്ച് പറയാം. എന്താണ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ, ഇത് ഇൻസ്റ്റൻസ് ഓഫ് എ ക്ലാസ് അല്ല, ഒരു റൺ ടൈം എൻറ്റിറ്റിയെ പറയും. കളക്ഷൻ ഓഫ് സിമിലർ ഒബ്ജക്ട്സിന് എന്ത് പറയാം, ക്ലാസ് എന്ന് പറയാം. ഇപ്പൊ എക്സാമ്പിൾ, നിങ്ങളുടെ ഫ്രൂട്ട് എന്ന് പറഞ്ഞ ക്ലാസ് ആണ്. ആ ക്ലാസിന്റെ ഡിഫറെന്റ് ഒബ്ജക്ട്സ് നിങ്ങൾക്ക് എന്ത് പറയാം, നിങ്ങൾക്ക് ആപ്പിൾ, മാംഗോ, ഗ്രേപ്സ്, ഇതെല്ലാം എന്റെ ഒബ്ജക്ട്. ഓക്കെ, വെജിറ്റബിൾ ഒരു ക്ലാസ് ആണ്. ആ ക്ലാസിന്റെ ഡിഫറെന്റ് ഒബ്ജക്ട്സ് നിങ്ങൾക്ക് എന്ത് പറയാം, എന്താണ്, ടൊമാറ്റോ, പിന്നെ പൊട്ടറ്റോ, ഇതെല്ലാം നമുക്ക് എന്ത് പറയാം, നമുക്ക് അതിന്റെ ഒബ്ജക്ട്സ് ആയിട്ട് പറയാം. അല്ലെങ്കിൽ നമുക്ക് പറയാം, ക്ലാസ് ഈസ് എ ടെംപ്ലേറ്റ് ഡെഫിനിഷൻ കണ്ടെയ്നിങ് ഡാറ്റ മെമ്പേഴ്സ് ആൻഡ് മെത്തേഡ്സ്. കളക്ഷൻ ഓഫ് സിമിലർ ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞാലും ഏറ്റവും സിമ്പിൾ. അതെ, അല്ലെങ്കിൽ വേറൊരു ആംഗിളിൽ പറയാം, ഒബ്ജക്ട് ഈസ് ആൻ എൻറ്റിറ്റി ഹാവിംഗ് ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഇൻ മെമ്മറി. ഓക്കെ, അഞ്ചാമത്തെ ചോദ്യം, ഡിഫൈൻ ഡാറ്റ അബ്സ്ട്രാക്ഷൻ. ഡേറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലാസ്സിനകത്ത് വെച്ചാണ് അത് ആക്റ്റീവ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഔട്ട്സൈഡ് വേൾഡിലേക്ക് കൊടുക്കുന്നുള്ളൂ, ബാക്കിയെല്ലാം ഹൈഡ് ചെയ്ത് വെക്കും. ഇപ്പൊ എക്സാമ്പിൾ, ഡേറ്റ മെമ്പേഴ്സിനെ ഹൈഡ് ചെയ്ത് വെക്കും, അതിനെ പ്രോസസ് ചെയ്യുന്ന മെത്തേഡ്സ് മാത്രം നമ്മൾ ഔട്ട്സൈഡ് വേൾഡിൽ കൊടുക്കും. അതിനെയാണ് നമ്മൾ ഡേറ്റ അബ്സ്ട്രാക്ഷൻ. അതുകൊണ്ടാണ് ക്ലാസ്സിനെ അബ്സ്ട്രാക്ട് ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, ഡിഫൈൻ ഇൻഫർമേഷൻ ഹൈഡിങ്. എന്താണ് ഇൻഫർമേഷൻ ഹൈഡിങ് അല്ലെങ്കിൽ ഡേറ്റ ഹൈഡിങ്? വേറൊരു പേര് ഡേറ്റ ഹൈഡിങ് ആണ്. എന്താണ്, ഇൻസുലേഷൻ ഓഫ് ഡേറ്റ ഫ്രം ദ ഔട്ട്സൈഡ് വേൾഡ്. ഔട്ട്സൈഡ് വേൾഡിൽ നിന്ന് ഡേറ്റ ഇൻസുലേറ്റ് ചെയ്യുക, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഫർമേഷൻ ഹൈഡിങ് എന്ന് പറയുന്നത്. ഏഴാമത്തെ ചോദ്യം, റൈറ്റ് സിന്റാക്സ് ഓഫ് ക്രിയേറ്റിംഗ് എ ക്ലാസ്. ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്ന സിന്റാക്സ് എന്താണ്, ക്ലാസ്, ക്ലാസ് നെയിം, നെക്സ്റ്റ് ബ്രേസസ് ഓപ്പൺ ചെയ്യുക, ഡേറ്റ മെമ്പേഴ്സ് ഡിഫൈൻ ചെയ്യുക, അതിനുശേഷം താഴെ മെത്തേഡ്സ് ഡിഫൈൻ ചെയ്യുക, എന്നിട്ട് ബ്രേസസ് ക്ലോസ് ചെയ്യുക, സെമിക്കോളൻ കൊടുക്കുക. മെത്തേഡ് സ്പെസിഫൈ ചെയ്യുന്ന സമയത്ത് ആക്സസ് സ്പെസിഫയർ പറയാം, പബ്ലിക് ആണോ, അതെ, വേണമെങ്കിൽ അത് കൊടുക്കാം. എട്ടാമത്തെ ചോദ്യം, ഡിഫൈൻ ആൻ ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ റൺ ടൈം എൻറ്റിറ്റി, ഇൻസ്റ്റൻസ് ഓഫ് എ ക്ലാസ്. എക്സാമ്പിൾ പറയുക, ഫ്രൂട്ട് ഇസ് എ ക്ലാസ്, ഒബ്ജക്റ്റ് മാംഗോ, ഗ്രേപ്സ്, ആപ്പിൾ ഒക്കെ ഒബ്ജക്റ്റ് ആയിട്ട് പറയാം. അതെ. ഒൻപതാമത്തെ ചോദ്യം, ലിസ്റ്റ് ഡിഫറെന്റ് ആക്സസ് സ്പെസിഫയേഴ്സ്.
ഏതൊക്കെയാ? പ്രൈവറ്റ്, പബ്ലിക്, പ്രൊട്ടക്റ്റഡ്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ പാർട്ട് ബിയിലേക്ക് പോവാണ്. നമുക്കറിയാം 6 മാർക്കിന്റെ ചോദ്യമാണ്. ഒന്നാമത്തെ ചോദ്യം, ക്രിയേറ്റ് എ ക്ലാസ് എംപ്ലോയി കണ്ടെയ്നിങ് എംപ്ലോയി നമ്പർ, നെയിം ആൻഡ് സാലറി. അപ്പൊ നമ്മളിപ്പോ സ്റ്റുഡന്റ് ക്ലാസ് കണ്ടില്ലേ, അതുപോലെ എംപ്ലോയിയുടെ ക്ലാസ് ക്രിയേറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ എന്ത് കൊടുക്കും? ക്ലാസ് എംപ്ലോയി. ഡേറ്റ മെമ്പേഴ്സ് എന്തായിട്ട് കൊടുക്കണം? ബ്രേസസ് ഓഫ് ഡേറ്റ മെമ്പർ. എംപ്ലോയി നമ്പർ എന്താണ്? ഇന്റീജർ ആണ്. അപ്പൊ ഇന്റെ എംപ്ലോയി നമ്പർ. നെയിം സ്ട്രിംഗ് ആണ്, അപ്പൊ ക്യാരക്ടർ നെയിം എന്ന വേരിയബിൾ കൊടുക്കുന്നു. സാലറി ഫ്ലോട്ട് ആണെങ്കിൽ നിങ്ങൾ ഫ്ലോട്ട് സാലറി എന്ന് കൊടുക്കും. ഇനി അടുത്ത് എന്താണ്? ഇത് പ്രോസസ് ചെയ്യാനുള്ള നിങ്ങൾ മെത്തേഡ്സ് കൂടി പറയണം അല്ലെ? എന്തൊക്കെ വേണം? ഡീറ്റെയിൽസ്, എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് നമ്മൾ എടുക്കണം. ഡീറ്റെയിൽസ് റീഡ് ചെയ്യണം. കീബോർഡിൽ നിന്ന് എംപ്ലോയി നമ്പർ, നെയിമും സാലറി റീഡ് ചെയ്യണം. അതുപോലെ എനിക്ക് സ്ക്രീനിൽ എന്ത് വരണം? എംപ്ലോയി നമ്പർ, നെയിമും സാലറി ഡിസ്പ്ലേ ചെയ്യാൻ വേണം. അപ്പൊ എനിക്ക് ഞാനൊരു മെത്തേഡ്സ് യൂസ് ചെയ്യുന്നു. എന്താണ്? ഗെറ്റ് എന്നാണ് ഒരു ഫംഗ്ഷന്റെ പേര് കൊടുക്കും. എന്നിട്ട് അതിനകത്ത് എംപ്ലോയി നമ്പറും നെയിമും സാലറിയും റീഡ് ചെയ്യാനുള്ളത് കൊടുക്കും. സി ഔട്ട് എന്റെ എംപ്ലോയി നമ്പർ, നെയിം ആൻഡ് സാലറി. സിനകത്ത് ഈ പറഞ്ഞ വേരിയബിൾ റീഡ് ചെയ്യുന്നു. അടുത്ത ഡിസ്പ്ലേ ചെയ്യാനാണെങ്കിൽ വോയിഡ് ഡിസ്പ്ലേ എന്ന് വേണമെങ്കിൽ ഡിസ്പ്ലേ എന്ന് കൊടുക്കുക, അതെല്ലാം ഡിസ്പ്ലേ ചെയ്യും. അപ്പൊ ഈ മെത്തേഡ്സ് നമ്മൾ ഏത് സെക്ഷനിൽ പറയുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു, ഒബ്ജക്റ്റ് വഴി ആക്സസ് ചെയ്യണമെങ്കിൽ ദേ മസ്റ്റ് ബി ഡിക്ലെയർഡ് ഇൻ ദ പബ്ലിക് സെക്ഷൻ. അപ്പൊ നമ്മൾ എന്ത് കൊടുക്കണം? മെത്തേഡ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് പബ്ലിക് കോളൻ കൊടുത്തിട്ടായിരിക്കണം മെത്തേഡ് പറയുന്നത്. അത് എപ്പോഴും ഓർത്തിരിക്കണം. ഓക്കെ, എന്നിട്ട് ക്ലാസിന്റെ ബ്രേസസ് ക്ലോസും സെമിക്കോളൻ കൊടുക്കുന്നു. മെയിനകത്ത് എന്ത് പറയാം? ഇതിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക, എംപ്ലോയി ഇഎംപി ഡോട്ട് ഗെറ്റ് ഇഎംപി ഡോട്ട് ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ മെത്തേഡ്സ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ ചോദ്യം, റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ പോളിമോർഫിസം. പോളിമോർഫിസത്തെ കുറിച്ച് പറയുക. എന്താ പോളിമോർഫിസം എന്ന് പറഞ്ഞാൽ? ദ എബിലിറ്റി ടു എക്സിസ്റ്റ് ഇൻ മോർ ദാൻ വൺ ഫോം. ഒന്നിൽ കൂടുതൽ ഫോമിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്നതിന്റെ കഴിവിനെ പോളിമോർഫിസം എന്ന് പറയാം. അത് അച്ചീവ് ചെയ്യുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന് ഓപ്പറേറ്റർ ഓവർലോഡിംഗ് വഴിയും, ഒന്ന് ഫംഗ്ഷൻ ഓവർലോഡിംഗ് വഴിയും. എന്താണ് ഓപ്പറേറ്റർ ഓവർലോഡിംഗ്, എന്താണ് ഫംഗ്ഷൻ ഓവർലോഡിംഗ് എന്ന് പറഞ്ഞു അത് പറയുക. മൂന്നാമത്തെ ചോദ്യം, ഡിസ്ക്രൈബ് ഡൈനാമിക് ബൈൻഡിംഗ് ആൻഡ് മെസ്സേജ് പാസിംഗ്. എന്താണ് ഡൈനാമിക് ബൈൻഡിംഗ്? നമ്മുടെ പ്രോഗ്രാമിനകത്ത് എന്തുണ്ടാ? മെയിൻ പ്രോഗ്രാമും ഉണ്ട്, നമ്മുടെ യൂസർ ഡിഫൈൻ ഫംഗ്ഷൻസും ഉണ്ട്. ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് കമ്പൈൽ ചെയ്യും. എന്നിട്ട് നമ്മൾ മെയിൻ പ്രോഗ്രാമിനകത്ത് എപ്പോഴാണോ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത്, ആ കോൾ ചെയ്യുന്ന സമയത്ത് മാത്രമേ കോഡ്, ഈ ഫംഗ്ഷൻ അസോസിയേറ്റ് ചെയ്യുന്ന കോഡ് മെയിൻ പ്രോഗ്രാമുമായിട്ട് ബൈൻഡ് ആവുള്ളൂ. അതാണ് ഡൈനാമിക്. അതായത് റൺ ടൈമിൽ മാത്രമേ അത് ബൈൻഡ് ആവൂ. അതിനാണ് ഡൈനാമിക് ബൈൻഡിംഗ്. അതുവരെ കോഡ് അറിയില്ല. അതാണ് ഡൈനാമിക്. മെസ്സേജ് പാസിംഗ് എന്താണ്? നമ്മൾ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിൽ എല്ലാം എന്താണ്? ഒബ്ജക്ട്സ് ആണ്. ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് എന്ന ക്ലാസ് ആണ്. ക്ലാസ് എന്ന് എന്താണ്? കളക്ഷൻ ഓഫ് ഒബ്ജക്ട്. ആ ഒബ്ജക്ട്സ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മെസ്സേജ് പാസ് ചെയ്യും. അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് സെൻഡ് ചെയ്ത് റിസീവ് ചെയ്യും. അടുത്തത് നമ്മള് 9 മാർക്കിന്റെ പാർട്ട് സിയിലുള്ള ചോദ്യങ്ങളിലേക്ക് പോവാണ്. ഒന്നാമത്തെ ചോദ്യം, പാർട്ട് സി, ഡിസ്ക്രൈബ് ദ ബേസിക് കൺസെപ്റ്റ് ഓഫ് ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് വിത്ത് എക്സാമ്പിൾ ഫോർ ഈച്ച്. എന്താണ് ബേസിക് കോൺസെപ്റ്റ് പറഞ്ഞാൽ? നമ്മൾ ക്ലാസ് പറയുന്നത്, അതിനൊരു എക്സാമ്പിൾ എഴുതുക. ഒബ്ജക്റ്റിന്റെ എക്സാമ്പിൾ എഴുതുക. എൻകാപ്സുലേഷൻ എന്ന ക്ലാസ് തന്നെയാണ്. പിന്നെ എന്താണ് അടുത്തത്? പോളിമോർഫിസം, ഓപ്പറേറ്റർ ഓവർലോഡിംഗ്, ഫംഗ്ഷൻ ഓവർലോഡിംഗ് എന്ന് പറയാം എക്സാമ്പിൾ ആയിട്ട്. അടുത്ത എന്താ പറയുന്നത്? പിന്നെ ഇൻഹെറിറ്റൻസ് പറയാം, ഡേറ്റ അബ്സ്ട്രാക്ഷൻ, ഡൈനാമിക് ബൈൻഡിംഗ്, മെസ്സേജ് പാസ്. അത്രയും പറയും. ഓക്കെ, അപ്പൊ തൊട്ടു മുമ്പുള്ള ചോദ്യങ്ങളിൽ പാർട്ടുകളിൽ ചോദിച്ചിട്ടുള്ളതിന്റെ വേറൊരു ഡയമെൻഷനിലുള്ള ചോദ്യം തന്നെയാണ് അടുത്ത ചോദ്യം. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുന്നതേ ഉള്ളൂ. ഡീറ്റെയിൽഡ് ആയിട്ട് എക്സാമ്പിൾ സഹിതം അതിനെ ഒന്ന് വിശദീകരിക്കേണ്ടി വരും. 9 മാർക്കിന്റെ ചോദ്യമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 2, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ എൻകാപ്സുലേഷൻ ആൻഡ് ഇൻഫർമേഷൻ ഹൈഡിംഗ് വിത്ത് എക്സാമ്പിൾ. ഇത് നമ്മൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ പറഞ്ഞ രണ്ട് ക്വസ്റ്റ്യൻസ്. ബേസിക് കോൺസെപ്റ്റ്സ് ആയാലും ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ എൻകാപ്സുലേഷൻ ആൻഡ് ഇൻഫർമേഷൻ ഹൈഡിംഗ്. എൻകാപ്സുലേഷൻ എന്താണ്, ഇൻഫർമേഷൻ ഹൈഡിംഗ് എന്താണെന്ന് ആദ്യം നോക്കും. എന്നിട്ട് ഇൻഫർമേഷൻ ഹൈഡിംഗ് നമുക്ക് എങ്ങനെ അച്ചീവ് ചെയ്യുന്നത്? ബൈ വിത്ത് എൻകാപ്സുലേഷൻ. എൻകാപ്സുലേഷൻ സപ്പോർട്ട്സ് ഇൻഫർമേഷൻ ഹൈഡിംഗ്. അതിനാണ് 3 ആക്സസ് സ്പെസിഫയർ വെച്ചത് ചെയ്യുന്നത്. ആ ഡീറ്റെയിൽസ് അവിടെ എഴുതി. എന്നിട്ട് എക്സാമ്പിൾ, നിങ്ങളൊരു ക്ലാസ് തന്നെ എക്സാമ്പിൾ, വേറെ ഒന്നും എഴുതണ്ട, ക്ലാസ് തന്നെ എക്സാമ്പിൾ. അതിനകത്ത് ഡേറ്റ മെമ്പേഴ്സ് നിങ്ങൾ പബ്ലിക് ആക്കുന്നില്ല, പ്രൈവറ്റ് ആക്കുകയാണ്. അപ്പൊ അവിടെ ഇൻഫർമേഷൻ ഹൈഡിംഗ് നമ്മൾ അച്ചീവ് ചെയ്തിരുന്നു. ഓക്കെ, ഔട്ട്സൈഡ് വേർഡിന് നമ്മൾ എന്ത് മാത്രമേ കൊടുക്കുന്നുള്ളൂ? മെത്തേഡ്സ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഒബ്ജക്റ്റ് വഴി ആക്സസ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്സ് മാത്രം. അപ്പൊ എക്സാമ്പിൾ ഒരു ക്ലാസ് ആണ് നിങ്ങൾ അവിടെ എക്സാമ്പിൾ ആയിട്ട് എഴുതുന്നത്. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം, ഇല്ലുസ്ട്രേറ്റ് അറേ ഓഫ് ഒബ്ജക്ട്സ് വിത്ത് എക്സാമ്പിൾ. നമ്മുടെ പ്രോഗ്രാം, നമ്മുടെ ഇപ്പൊ നോട്ട്സ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത PDF തന്നെ അതുണ്ടല്ലോ. എന്താണ്? സ്റ്റുഡന്റ് എന്ന ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എന്ത്? അറേ ഓഫ് ഒബ്ജക്ട് എക്സാമ്പിൾ. ഒരാളുടെ കേസ് അല്ല, ഒരു അറേ ആയിട്ട് സ്റ്റുഡന്റ് S1 of 10 എന്ന് പറയുമ്പോൾ 10 സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് റീഡ് ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റി. ആ എക്സാമ്പിൾ തന്നെ ഇന്നത്തെ സെഷനിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ആകെ രണ്ട് പ്രോഗ്രാം എക്സാമ്പിൾസേ കൊടുത്തിട്ടുള്ളൂ. അത് ഈ പറഞ്ഞ ക്ലാസ് ഡെഫിനിഷൻ, ഒബ്ജക്ട് ക്രിയേഷൻ,
അറേ ഓഫ് ഒബ്ജക്ട്സിനെ പ്രതിപാദിക്കുന്ന ഏറ്റവും നല്ല ഉദാഹരണങ്ങളാണ്. അപ്പൊ അത് കൃത്യമായിട്ട് അത് മനസ്സിലാക്കി. ഓക്കെ, അപ്പോ ഇന്നത്തെ സെഷൻ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മളിന്ന് ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിന്റെ ബേസിക് കൺസെപ്റ്റുകളാണ് ചർച്ച ചെയ്തത്. ക്ലാസ് ഡെഫിനിഷൻ, ഒബ്ജക്ട് ക്രിയേഷൻ, അതുപോലെ തന്നെ എൻകാപ്സുലേഷൻ, ഇൻഹെറിറ്റൻസ്, ഡൈനാമിക് ബൈൻഡിംഗ്, മെസ്സേജ് പാസിംഗ് തുടങ്ങിയ ഒട്ടേറെ ബേസിക് ടെർമിനോളജീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. തീർച്ചയായും അടുത്ത സെഷനുകളിലാണ് ഈ പറഞ്ഞ ഓരോ കൺസെപ്റ്റുകളെയും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പ്രതിപാദിക്കുന്നത്. ഇന്നത്തെ സെഷനിൽ വളരെ താല്പര്യപൂർവ്വം അറ്റൻഡ് ചെയ്ത എല്ലാ കുട്ടികളെയും ഒരിക്കൽ കൂടി അഭിനന്ദനം അറിയിക്കുകയാണ്. സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നിക്കൽ ടീച്ചേഴ്സ് ട്രെയിനിങ് ആൻഡ് റിസർച്ച് പോളിടെക്നിക് വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടപ്പിലാക്കുന്ന ഡിപ്ലോമ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള വെബിനാർ സീരീസിന്റെ 3rd സെമസ്റ്ററിലെ ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ത്രൂ C++ എന്ന വിഷയത്തിന്റെ 6ാമത് സെഷനാണ് നമ്മൾ ഇന്ന് പൂർത്തീകരിച്ചത്. നമുക്ക് ഇന്നത്തെ സെഷൻ വളരെ വിശദമായിട്ട് പഠിപ്പിച്ചു തന്ന ഡോക്ടർ കാഞ്ചന മാഡത്തിനോട് എല്ലാവിധത്തിലുള്ള നന്ദിയും കടപ്പാടുകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ഓൾ.